പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വരവേൽക്കാനൊരുങ്ങി സംസ്ഥാനം. വൈകിട്ട് 5 മണിക്ക് പ്രധാനമന്ത്രി കൊച്ചിയിലെത്തും. റോഡ് ഷോയിലും യുവം 2023 പരിപാടിയിലും പ്രധാനമന്ത്രി പങ്കെടുക്കും. രാത്രി ക്രൈസ്തവ മതമേലധ്യക്ഷന്മാരുടെ പ്രമുഖ വ്യക്തികളുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തും. ആദ്യ വന്ദേ ഭാരത് സർവീസിന്റെ ഫ്ളാഗ് ഓഫ് നാളെ തിരുവനന്തപുരത്ത് പ്രധാനമന്ത്രി നിർവഹിക്കും. കനത്ത സുരക്ഷയിലാണ് കൊച്ചിയും തിരുവനന്തപുരവും. കൊച്ചിയിൽ 10 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ കരുതൽ തടങ്കലിലാക്കിയിട്ടുണ്ട്. പ്രതിഷേധമുണ്ടാകുമെന്ന ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടിയെന്ന് ഡിജിപി അനിൽകാന്ത് പറഞ്ഞു. സുരക്ഷാ ക്രമീകരണങ്ങൾ പൂർണ്ണമെന്നും ഡിജിപി. ഇന്റലിജൻസ് റിപ്പോർട്ട് കിട്ടിയായിരുന്നു. അവിടെ VIP വിസ സംബന്ധിച്ചുള്ള കുറച്ച് പ്രശ്നമുണ്ടാകാൻ സാധ്യതയുണ്ട്. അതിന് ഒരു പ്രിവെന്റീവ് അറസ്റ്റ് നമുക്ക് കുറേ ആൾക്കാർ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. നമ്മുടെ ഇൻഫോർമേഷൻ കിട്ടിയാൽ ബാക്കി ആൾക്കാരുണ്ട് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. നമുക്ക് കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ അറസ്റ്റ് ചെയ്യാം. എല്ലാം പൂർത്തിയാണ്. നമ്മുടെ കോൺസ്റ്റന്റ് ആയിട്ട് വളരെ ശക്തമായിട്ട് അറേഞ്ച്മെന്റ് ചെയ്തിട്ടുണ്ട്. എല്ലാം ആസ്പെക്ട്സ് നമുക്ക് കവർ ചെയ്തിട്ടുണ്ട്. ഇന്റലിജൻസ് ഇൻപുട്ടുമുണ്ട്. ബാക്കി മെൻ പവറിൻ്റെ ഓഫീസർമാരുടെ നല്ലതായിട്ട് ഡിപ്ലോയ്മെന്റ് എല്ലാം ചെയ്തിട്ടുണ്ട്. ഡിജിപിയുടെ നേതൃത്വത്തിൽ കൊച്ചിയിൽ ഉന്നതതല യോഗം ചേരുകയാണ്. കൊച്ചിയിൽ നിന്ന് സുവി വിശ്വനാഥനും ശരണ്യയും ചേരുന്നുണ്ട്. ആദ്യം ശരണ്യ, വലിയ സുരക്ഷാ ക്രമീകരണങ്ങളാണ് കൊച്ചിയിൽ ഒരുക്കിയിരിക്കുന്നത്. പ്രധാനമന്ത്രി വൈകിട്ടെത്തുന്നു. എത്തരത്തിലാണ് സുരക്ഷ സജ്ജീകരിച്ചിരിക്കുന്നത്? വിവരങ്ങൾ. ധന്യ, വലിയ ക്രമീകരണങ്ങൾ തന്നെയാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് കൊച്ചി നഗരത്തിൽ ഏർപ്പാട് ചെയ്തിരിക്കുന്നത്. മാത്രമല്ല, ഇന്ന് വൈകുന്നേരം ഉള്ള റോഡ് ഷോ അടക്കമുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ പൂർത്തിയായിട്ടുണ്ട് എന്ന് ഉള്ളതാണ്. ഇപ്പോൾ നമ്മളുള്ളത് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണറുടെ ഓഫീസിലാണ്. ഇവിടെ അല്പസമയം മുമ്പ് വരെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ അവസാനഘട്ട അവലോകന യോഗം നടക്കുകയായിരുന്നു. ഡിജിപിയുടെ നേതൃത്വത്തിലാണ് ഇത്തരത്തിലൊരു യോഗം ഇവിടെ സംഘടിപ്പിച്ചത്. പോലീസിന്റെ തന്നെ വിവിധ വിഭാഗങ്ങളിൽ നിന്നുള്ള വകുപ്പ് മേധാവികൾ അടക്കം ഈ യോഗത്തിൽ പങ്കെടുത്തിരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ പ്രധാനമന്ത്രിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് കൊച്ചിയിൽ പ്രതിഷേധത്തിന് സാധ്യത ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അത് ഈ കോൺഗ്രസ് പ്രവർത്തകരുടെ ഇന്ന് രാവിലെ തന്നെ പശ്ചിമ കൊച്ചി ഭാഗത്തു നിന്നുള്ള കോൺഗ്രസ് ഭാരവാഹികളടക്കം 10ഓളം പ്രവർത്തകരെ കരുതൽ തടങ്കലിലേക്ക് എടുത്തിരുന്നു. ഇതിൽ കോൺഗ്രസ് അടക്കം പ്രതിഷേധം, VD സതീശനടക്കമുള്ളവർ പ്രതിഷേധം അറിയിക്കുകയും ചെയ്തു. എന്തായാലും ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രതികരണം അദ്ദേഹത്തിന് ഡിജിപിയുടെ ഭാഗത്ത് നിന്ന് നമ്മളോട് ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത്, ഇത്തരത്തിലൊരു കരുതൽ തടങ്കലിലേക്ക് നീങ്ങുന്നതിനുള്ള സാഹചര്യം ഉണ്ടായത് വ്യക്തമായ ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. ചില പ്രശ്നങ്ങൾക്ക് സാധ്യത ഉണ്ടായിരുന്നു. ആ സാധ്യത കണക്കിലെടുത്ത് തന്നെയാണ് ഇത്തരത്തിൽ കരുതൽ തടങ്കലിലേക്ക് നീങ്ങിയിട്ടുണ്ട് എന്നുള്ള വിവരമാണ് അദ്ദേഹം നൽകിയിട്ടുള്ളത്. കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ പേരെ കരുതൽ തടങ്കലിലേക്ക് മാറ്റാനുള്ള സാഹചര്യമുണ്ട് എന്നുള്ള സൂചനയും അദ്ദേഹം നൽകിയിട്ടുണ്ട്. എന്തായാലും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ അവലോകന യോഗം ഇപ്പോൾ അവസാനിച്ചിരിക്കുന്നു. പൂർണ്ണമായും എല്ലാ രീതിയിലും പ്രധാനമന്ത്രിയുടെ വരവിനായി ഈ കൊച്ചി സജ്ജമാണ് എന്നുള്ളതാണ് അദ്ദേഹം അറിയിച്ചിട്ടുള്ളത്. അത്തരം നമുക്കറിയാം, ആദ്യഘട്ടത്തിലൊക്കെ തന്നെയും ഇത്തരത്തിൽ ഈ പോലീസിനെ വിന്യസിക്കുന്നതും ഫോഴ്സിനെ വിന്യസിക്കുന്നതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ചോർന്നതുമായി ബന്ധപ്പെട്ട ആക്ഷേപങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള വിശദീകരണം അടക്കം കേരള പോലീസിനോട് ചോദിക്കാനുള്ള സാധ്യതയും ഒക്കെ നിലനിൽക്കുന്നുണ്ട്. എന്തായാലും SPGയുടെ നേതൃത്വത്തിലും ഒപ്പം തന്നെ കേരള പോലീസിന്റെ പൂർണ്ണ പിന്തുണയോടും കൂടി ആണ് സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. ഈ തേവരയിൽ നിന്നും, അതായത് വെണ്ടുരുത്തി പാലം മുതൽ ഈ കോളേജ് വരെയുള്ള 1.8 കിലോമീറ്റർ ആണ് ഇന്ന് റോഡ് ഷോ ഉള്ളത് പ്രധാനമന്ത്രിയുടെ. പ്രധാനമായും ആ വഴി ഒരു ഇടുങ്ങിയ വഴിയാണ്. അതുകൊണ്ട് തന്നെ അവിടെ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഇടറോഡുകളൊക്കെ അടച്ചാണ് സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. വിവിധ ഭാഗങ്ങളിൽ നിന്നും, സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ആളുകൾ ഈ റോഡ് ഷോയിൽ പങ്കെടുക്കാനായി BJP പ്രവർത്തകർ അടക്കം എത്തിയിരുന്നു. പക്ഷേ അത്തരത്തിൽ ആളുകൾ കൂടുതലായി എത്തുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. 15,000 പേർക്ക് മാത്രമേ ഈ റാലി കടന്നു പോകുന്ന, റോഡ് ഷോ കടന്നു പോകുന്ന ഇരു ഭാഗങ്ങളിലുമായി നിൽക്കാൻ കഴിയൂ എന്നുള്ള ഇത് നേരത്തെ തന്നെ സിറ്റി പോലീസ് കമ്മീഷണർ അറിയിച്ചിട്ടുണ്ട്. അത്തരത്തിൽ നിയന്ത്രണങ്ങൾ എന്തായാലും കൃത്യമായി പോകുന്നുണ്ട്. 2 മണിയോടുകൂടി ആ പാത അടയ്ക്കും. അതായത് പശ്ചിമ കൊച്ചി ഭാഗത്ത് നിന്ന് തേവര ഭാഗത്തേക്ക് പിന്നീട് വാഹനങ്ങൾക്ക് കടക്കാൻ കഴിയില്ല. അത് തോപ്പുംപടി വഴി, കുണ്ടന്നൂർ വഴി, വൈറ്റില വഴി എറണാകുളം ഭാഗത്തേക്ക് ഈ വാഹനങ്ങൾ നീങ്ങണമെന്നുള്ള നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത്. 2 മണിയോടുകൂടി ആ റോഡ് ഷോ കടന്നു പോകുന്ന ഭാഗങ്ങളിൽ നിയന്ത്രണമുണ്ട്. നാളെ രാവിലെ, അതായത് ഇന്നത്തെ പരിപാടികൾ കഴിഞ്ഞ് നാളെ രാവിലെയാണ് പ്രധാനമന്ത്രി തിരുവനന്തപുരത്തേക്ക് തിരിക്കുക. അതുകൊണ്ട് തന്നെ രാവിലെ 8:30 മുതൽ 10:30 വരെയുള്ള സമയത്തും 8 മണി മുതൽ 10:30 വരെയുള്ള സമയത്തും ഗതാഗത നിയന്ത്രണമുണ്ട്. എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പ്രധാനമന്ത്രിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട കൊച്ചിയിൽ പ്രതിഷേധമുണ്ടാകുമെന്നുള്ള ഇന്റലിജൻസ് റിപ്പോർട്ട് ഉണ്ട് എന്നുള്ളത് DGP സ്ഥിരീകരിച്ചത് തന്നെയാണ്. ധന്യ.
നന്ദി ശരണ്യ. ഈ റോഡ് ഷോയ്ക്ക് ശേഷം പ്രധാനമന്ത്രി യുവം പരിപാടിയിൽ തേവര കോളേജിൽ പങ്കെടുക്കും. സുവി വിശ്വനാഥന്റെ റിപ്പോർട്ട്. പ്രധാനമന്ത്രിയെ വരവേൽക്കാൻ ഒരുങ്ങി നിൽക്കുകയാണ് കൊച്ചി. യുവം 2023 പരിപാടിക്ക് വേണ്ടിയാണ് കൊച്ചിയിലേക്ക് പ്രധാനമന്ത്രി എത്തുന്നത്. വൈകിട്ട് 6 മണിയോടുകൂടിയാണ് SH ഗ്രൗണ്ടിലാണ് ഈ പരിപാടി നടക്കുക. 20,000-ഓളം യുവാക്കൾ ഈ പരിപാടിയിൽ പങ്കെടുക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും കനത്ത സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഈ SH കോളേജ് ഗ്രൗണ്ടിൽ ഒരുക്കിയിരിക്കുന്നത്. വൈകിട്ട് 6 മണിയോടുകൂടി പ്രധാനമന്ത്രി റോഡ് ഷോയായിട്ടാണ് ഇവിടേക്ക് എത്തിച്ചേരുക. ഇതിനോടകം തന്നെ ഈ യുവം 2023 പങ്കെടുക്കുന്നതിനു വേണ്ടി 1.5 ലക്ഷത്തോളം പേരാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതിൽ നിന്ന് തിരഞ്ഞെടുത്ത 20,000-ഓളം പേർക്കാണ് ഇപ്പോൾ ഇതിന് അവസരം ഒരുക്കിയിരിക്കുന്നത്. ഏതായാലും ഈ വേദിയിലെത്തുന്ന പ്രധാനമന്ത്രി യുവാക്കളുമായി സംസാരിക്കും. ഈ വികസനം കേരളത്തിന്റെ സമഗ്ര മുന്നേറ്റത്തിന് ഉതകുന്ന തരത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ യുവാക്കളുടെ മനസ്സിലുണ്ട് എന്ന് ചോദിച്ചറിയുകയാണ് പ്രധാനമന്ത്രിയുടെ ലക്ഷ്യം എന്നാണ് BJP അവകാശപ്പെടുന്നത്. ഏതായാലും വൈകിട്ട് 6 മണിയോടുകൂടി പ്രധാനമന്ത്രി ഇവിടേക്ക് എത്തിച്ചേരും. അടുത്തിടെ കോൺഗ്രസിൽ നിന്ന് വിട്ടുപോയ AK ആന്റണിയുടെ മകൻ അനിൽ ആന്റണിയും ഈ പരിപാടിയിൽ പങ്കെടുക്കും. അദ്ദേഹം ഇവിടെ പ്രസംഗിക്കും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഒപ്പം ഗായകൻ വിജയ് യേശുദാസ് ഉൾപ്പെടെയുള്ള ഒരു യുവനിര ഇവിടെ ഉണ്ടായിരിക്കും എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. 20,000-ഓളം പേരെയാണ് ഈ പരിപാടിയിൽ പങ്കെടുപ്പിക്കുന്നത്. ഉച്ചയ്ക്ക് 2 മണി മുതലാണ് ഇവർക്ക് പ്രവേശനം അനുവദിച്ചിരിക്കുന്നത്. മൊബൈൽ ഫോൺ അല്ലാതെ മറ്റൊന്നും തന്നെ ഇവർക്ക് അകത്തേക്ക് കൊണ്ടുപോകുവാൻ പാടില്ല എന്ന് നേരത്തെ തന്നെ പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഏതായാലും വൈകിട്ട് 6 മണിയോടുകൂടി ആണ് പ്രധാനമന്ത്രി എത്തുക. കർശന സുരക്ഷയാണ് ഈ SH കോളേജ് ഗ്രൗണ്ടിന് ചുറ്റുമായി സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇന്നലെ മുതൽ തന്നെ പോലീസിന്റെ കർശന വിന്യാസത്തിലാണ് ഈ SH കോളേജ് ഗ്രൗണ്ട് ഉൾപ്പെടെയുള്ള പ്രദേശം ഉള്ളത്. ഒപ്പം ഇന്റലിജൻസ് റിപ്പോർട്ട് ചോർന്ന ഒരു പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിൽ കനത്ത ഒരു സുരക്ഷാ വിന്യാസം കൂടെ ഒരുക്കിയിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. യുവാക്കളുടെ മനസ്സറിയുക. ഏതായാലും 2024 തെരഞ്ഞെടുപ്പിനുള്ള ഒരു ചുവടുവയ്പ്പാണ് ഇത് എന്നാണ് രാഷ്ട്രീയ ലോകം ഉറ്റുനോക്കുന്നത്. നിഷ്പക്ഷരായ യുവാക്കളെ രാഷ്ട്രീയ സാമൂഹിക വ്യത്യാസം ഒന്നുമില്ലാതെ യുവാക്കളെ പങ്കെടുപ്പിച്ചുകൊണ്ട് അവർക്ക് എന്താണ് പറയാനുള്ളത് എന്നത് ചോദിച്ചറിയുകയാണ് ലക്ഷ്യം. ഏതായാലും ഇതിനുള്ള സർവ്വ ഒരുക്കങ്ങളും ഇപ്പോൾ ഇവിടെ പൂർത്തിയായിരിക്കുകയാണ്. ശരണ്യ സ്നേഹജൻ വീണ്ടും ചേരുന്നുണ്ട്. ശരണ്യ, 5 മണിക്ക് പ്രധാനമന്ത്രി എത്തുന്നു. റോഡ് ഷോ, അതിനുശേഷം തേവര കോളേജിൽ യുവം പരിപാടി, അത് കഴിഞ്ഞ് ക്രൈസ്തവ മത മേലധ്യക്ഷന്മാരുമായുള്ള പ്രധാനമന്ത്രിയുടെ ചർച്ച നടക്കുന്നുണ്ട്. എങ്ങനെയാണ് സമയം ക്രമീകരിച്ചിരിക്കുന്നത്? ഏതൊക്കെ ഭാഗങ്ങളിലായിരിക്കും കൂടുതലായും ഗതാഗത തടസ്സം ഉണ്ടാവുക? ധന്യ, വൈകിട്ട് 5 മണിയോടുകൂടിയാണ് നേവൽ ബേസിലെ വിമാനത്താവളത്തിൽ ഇന്ന് വൈകിട്ട് നരേന്ദ്രമോദി എത്തുക. അതിനുശേഷം അദ്ദേഹം റോഡ് ഷോയായാണ് ഈ യുവ 2023 നടക്കുന്ന തേവര കോളേജിലേക്ക് എത്തുക. SH കോളേജിലേക്ക് റോഡ് ഷോ വഴി 1.8 കിലോമീറ്ററോളം സഞ്ചരിച്ചാണ് അദ്ദേഹം എത്തുന്നത്. ഏകദേശം 15,000-ഓളം പേർക്ക് അവിടെ നിൽക്കാൻ കഴിയുന്ന സൗകര്യം, അതായത് ചെറിയ റോഡാണ്, വീതി കുറഞ്ഞ റോഡാണ്. അതുകൊണ്ട് തന്നെ ഈ റോഡിന്റെ ഇരുവശങ്ങളിലും ബാരിക്കേഡുകൾ തിരിച്ചിട്ടുണ്ട്. ഈ ബാരിക്കേഡുകളിലെ ഇരുവശങ്ങളിലുമായി നിന്ന് ആളുകൾക്ക് പ്രധാനമന്ത്രിയെ കാണാനാകും. ആദ്യം 1.2 കിലോമീറ്റർ ആയിരുന്നു ഈ റോഡ് ഷോ തീരുമാനിച്ചിരുന്നത്. പക്ഷേ അതിന് കൂടുതൽ ആളുകൾ കാണാനായി വരും എന്നുള്ള അറിയിപ്പ് ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അത് 1.8 കിലോമീറ്ററായി നീട്ടിയിട്ടുള്ളത്. എന്തായാലും വെണ്ടുരുത്തി പാലത്തിൽ വെച്ച് BJP നേതാക്കന്മാർ അദ്ദേഹത്തെ സ്വീകരിക്കും. അതിനുശേഷമാണ് 5:30 തന്നെയാണ് ഈ യുവ 2023 അദ്ദേഹം കടക്കുന്നത്. ഈ വരുന്ന വഴികൾ തന്നെ ഇന്ന് 2 മണിയോടുകൂടി ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. പശ്ചിമ കൊച്ചി ഭാഗത്ത് നിന്ന് തേവര ഭാഗത്തേക്ക് വരുന്ന വാഹനങ്ങൾക്കാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുള്ളത്. അത് ഇപ്പോൾ തോപ്പുംപടി വഴി കുണ്ടന്നൂർ വൈറ്റില ഭാഗം വഴി വേണം എറണാകുളത്തേക്ക് ആ വാഹനങ്ങൾ സഞ്ചരിക്കാൻ. 2 മണി മുതൽ 8:30 വരെ അത്തരത്തിലൊരു നിയന്ത്രണം ഉണ്ട്, 8 മണി വരെ ആ നിയന്ത്രണം ഉണ്ട് എന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. മറ്റൊന്ന്, തൃശൂർ ഭാഗത്ത് നിന്ന് സമ്മേളനത്തിനായി എത്തുന്ന വാഹനങ്ങളാണ്. ധാരാളം ആളുകൾ
BJP പ്രവർത്തകരും ഒക്കെ മറ്റിടങ്ങളിൽ നിന്ന് എത്തുന്നുണ്ട്. അവരുടെ വാഹനങ്ങളൊക്കെ തന്നെ എറണാകുളത്തപ്പൻ ഗ്രൗണ്ട്, അതായത് കടവന്ത്ര ഭാഗത്തും വരെ സഞ്ചരിക്കാൻ കഴിയും. എറണാകുളത്തപ്പൻ ഗ്രൗണ്ട് അടക്കമുള്ള കടവന്ത്ര, മാവേലി റോഡ് എന്നിവിടങ്ങളിൽ പാർക്ക് ചെയ്തതിനു ശേഷം മാത്രമേ ഈ തേവര ഭാഗത്തേക്ക് കടക്കാൻ കഴിയൂ എന്നുള്ളതാണ്. നാളെ രാവിലെ, അതായത് ഈ വൈകുന്നേരത്തെ പരിപാടിക്ക് ഈ യുവാക്കളുമായി സംവദിച്ചതിന് ശേഷം പിന്നീട് സ്വകാര്യ ഹോട്ടലിലേക്ക് പോകും. വൈകിട്ട് മതമേലധ്യക്ഷന്മാരുമായുള്ള കൂടിക്കാഴ്ച വില്ലിംഗ്ടൺ ഐലൻഡിൽ നടക്കും. എന്തായാലും ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പിന്നീട് നാളെ രാവിലെയാണ് പ്രധാനമന്ത്രി തിരികെ തിരുവനന്തപുരത്തേക്ക് പോകുന്നത്. തിരുവനന്തപുരത്തെ പരിപാടികൾ പങ്കെടുക്കുന്നതിനായാണ് അദ്ദേഹം തിരുവനന്തപുരത്തേക്ക് പോകുന്നത്. ആ തിരുവനന്തപുരത്തേക്ക് പോകുന്ന രാവിലെ 8:30 മുതൽ 8 മണി മുതൽ 10:30 വരെയുള്ള സമയത്തും ഗതാഗത നിയന്ത്രണമുണ്ട്. അദ്ദേഹം കടന്നു പോകുന്ന വഴികളിൽ ഗതാഗത നിയന്ത്രണമുണ്ട് എന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും ഇവിടെ സുരക്ഷാ ക്രമീകരണങ്ങളടക്കം ബാരിക്കേഡുകളൊക്കെ പൂർണ്ണമാണ്. SPG ആണ് പ്രധാനമായും ഈ പ്രധാനമന്ത്രിയുടെ സുരക്ഷാ കാര്യങ്ങൾ അവരാണ് കൂടുതലായി. നേരത്തെ തന്നെ മുന്നറിയിപ്പുകളുണ്ട്, പ്രതിഷേധങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത, പ്രത്യേകിച്ച് ഇപ്പോൾ കോൺഗ്രസിന്റെ നേതാക്കൾ പലരും കരുതൽ തടങ്കലിലൊക്കെയുള്ള സാഹചര്യം കൂടിയുണ്ട്. പ്രധാനമന്ത്രിക്കെതിരെ ഒരു പ്രതിഷേധം ഉണ്ടാകില്ല എന്ന് പറയുന്നുണ്ടെങ്കിലും അതിനുള്ള സാധ്യത എത്രത്തോളമാണ്, എത്ര വലിയ സുരക്ഷയാണ് അതുമായി ബന്ധപ്പെട്ട് ഒരുക്കിയിട്ടുള്ളത്? അതെ, ഇന്ന് നമുക്ക് ഈ അല്പസമയം മുമ്പ് വരെ അത്തരമൊരു പ്രതിഷേധം, അതായത് പ്രധാനമന്ത്രി കേരളത്തിൽ അല്ലെങ്കിൽ കൊച്ചിയിൽ എത്തുന്നതുമായി ബന്ധപ്പെട്ട ഒരു പ്രതിഷേധം ഉണ്ടാകുമെന്നുള്ളൊരു വാർത്തയോ കാര്യങ്ങളോ ഒന്നും തന്നെ ലഭിച്ചിരുന്നില്ല. പക്ഷേ ഇന്ന് രാവിലെയോടുകൂടിയാണ് സാധാരണ നിന്ന് വ്യത്യസ്തമായി കോൺഗ്രസ് പ്രവർത്തകരെ കരുതൽ തടങ്കലിലേക്ക് കൊണ്ടുപോകുന്നു എന്നുള്ള ഒരു ഇതിലേക്ക് മാറിയിട്ടുള്ളത്. പശ്ചിമ കൊച്ചി ഭാഗത്തു നിന്നുള്ള KPCCയുടെ ഭാരവാഹികൾ അടക്കമുള്ള ആളുകളെ, യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഉൾപ്പെടെ 10ഓളം പേരെയാണ് ഇപ്പോൾ കരുതൽ തടങ്കലിലേക്ക് മാറ്റിയിട്ടുള്ളത്. ഇവരുടെ കരുതൽ തടങ്കൽ സംബന്ധിച്ച് ഇപ്പോൾ DGPയുടേതായി നമുക്ക് ലഭിച്ചൊരു പ്രതികരണമാണ് ഏറ്റവും ശ്രദ്ധേയമായ പ്രതികരണം. ആ പ്രതികരണത്തിൽ അദ്ദേഹം പറഞ്ഞത്, ഈ കരുതൽ തടങ്കലിലേക്ക് പോകാനുള്ള സാഹചര്യം എന്ത് എന്നുള്ള നമ്മളുടെ ചോദ്യത്തിന് ചില പ്രശ്നങ്ങൾ ഉണ്ടാകും, പ്രശ്നങ്ങൾ എന്നുള്ള വാക്ക് തന്നെയാണ് അദ്ദേഹം ഉപയോഗിച്ചത്. പ്രശ്നങ്ങൾ ഉണ്ടാകും എന്നുള്ള വിവരം ലഭിച്ചിരുന്നു. അത്തരം ഒരു ഇന്റലിജൻസ് റിപ്പോർട്ട് തങ്ങൾക്ക് ലഭിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ, ആ ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ആ കരുതൽ തടങ്കലിലേക്ക് നീങ്ങിയിട്ടുള്ളത് എന്നുള്ളതാണ്. അതായത് പ്രധാനമന്ത്രിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട പ്രതിഷേധം ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നുള്ള ഇന്റലിജൻസ് റിപ്പോർട്ട് എന്തായാലും പോലീസിന് ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ആ ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് കരുതൽ തടങ്കലിലേക്ക് പോയിരിക്കുന്നത്. കൂടുതൽ ആളുകൾ വിവരം ലഭിക്കുന്നതിന് അടിസ്ഥാനത്തിൽ കൂടുതൽ ആളുകളെ കരുതൽ തടങ്കലിലേക്ക് പോകും എന്നുള്ള സൂചനയും അദ്ദേഹം ലഭിച്ചിട്ടുണ്ട്. അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും പുതുതായ വാർത്തയും. ഈ പ്രതിഷേധത്തിന് സാധ്യത ഉണ്ടായിരുന്നു എന്നുള്ള റിപ്പോർട്ട് ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. നന്ദി ശരണ്യ. പ്രധാനമന്ത്രിയെ തടയാനോ പ്രതിഷേധിക്കാനോ കോൺഗ്രസ് തീരുമാനിച്ചിട്ടില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. കൊച്ചിയിൽ കോൺഗ്രസ് നേതാക്കളെ കരുതൽ തടങ്കലിലെടുത്തതിനെക്കുറിച്ചുള്ള ചോദ്യത്തോടായിരുന്നു പ്രതികരണം. ക്രിമിനലുകളെ അന്വേഷിച്ച് പോലീസുകാർ പോകുന്നില്ല, പോലീസ് കോൺഗ്രസ് പ്രവർത്തകരോട് വൈരാഗ്യം തീർക്കുകയാണെന്നും VD സതീശൻ പറഞ്ഞു. ഞങ്ങൾ പ്രധാനമന്ത്രിയെ തടയാൻ വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയും ഞങ്ങൾ പ്രഖ്യാപിച്ചിട്ടില്ല, ഞങ്ങൾ തീരുമാനിച്ചിട്ടുമില്ല. ഇത് മുഖ്യമന്ത്രിയെ തടയാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആളുകളെ കരുതൽ തടങ്കലിൽ എടുക്കുന്നത് പോലെ പ്രധാനമന്ത്രി വരുന്നതിൻ്റെ തലേന്ന് കോൺഗ്രസിലെ DCC ഭാരവാഹികൾ അടക്കമുള്ള ആളുകളെ കരുതൽ തടങ്കലിലാക്കിയിരിക്കുന്നത് ഏത് രാജ്യത്തെ നിയമം അനുസരിച്ചിട്ടാണ്? എന്ത് നിയമം അനുസരിച്ച്? സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്, കരുതൽ തടങ്കലിൽ അതിൻ്റെതായ മാനദണ്ഡങ്ങൾ വേണം, അതിൻ്റെതായ കണ്ടീഷൻസ് സുപ്രീം കോടതി വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ കേരളത്തിൽ ആർക്കും വഴി നടക്കാൻ വയ്യാത്ത സ്ഥിതിയാണ്. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് തലസ്ഥാനത്ത് സുരക്ഷയ്ക്ക് 1500 പോലീസുകാർ. പ്രധാനമന്ത്രി സഞ്ചരിക്കുന്ന വഴിയിൽ പാർക്കിംഗ് അനുവദിക്കില്ല, കടകൾ തുറക്കുന്നതിന് തടസ്സമില്ല. പ്രധാനമന്ത്രി കടന്നുപോകുന്ന പോയിന്റുകളിൽ പരമാവധി അരമണിക്കൂർ വാഹന നിയന്ത്രണം. ഈ സമയം വാഹനങ്ങൾ വഴിതിരിച്ചുവിടും. കരുതൽ തടങ്കലിന്റെ സാഹചര്യം തിരുവനന്തപുരത്ത് ഇതുവരെ ഇല്ലെന്നും സിറ്റി പോലീസ് കമ്മീഷണർ CH നാഗരാജ് പറഞ്ഞു. പ്രൈം മിനിസ്റ്റർ എന്ന് പറഞ്ഞാൽ SPG പ്രൊട്ടക്റ്റിയാണ്. SPG പ്രൊട്ടക്റ്റിക്ക് വേണ്ട എല്ലാ നമ്മൾ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ് ഉണ്ട്. അതിൻ്റെ പ്രകാരമാണ് സെക്യൂരിറ്റി അറേഞ്ച്മെൻറ്റ്സ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ കാണാം, ഇപ്പോൾ നമ്മുടെ ബ്രീഫിംഗ് കഴിഞ്ഞു, ഇപ്പോൾ റിഹേഴ്സൽ നമ്മൾ ചെയ്യാൻ പോവുകയാണ്. ഇതിലെ ഒരു 1500 പോലീസ് ഉദ്യോഗസ്ഥരെ നമ്മൾ പല ജില്ലകളിൽ നിന്ന്, പല യൂണിറ്റ്സിൻ്റെ ബറ്റാലിയനിൽ നിന്നൊക്കെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഡിപ്ലോയ്മെൻറ്റ് ഇപ്പോൾ ഉണ്ടാവും. റിഹേഴ്സൽ കഴിഞ്ഞിട്ട് 4 ആക്ച്വൽ ജോലിയായിരിക്കും. മെയിൻ പ്രൈം മിനിസ്റ്റർ മൂവ്മെൻ്റ് ഉള്ള ഏരിയാസിലെ മാത്രമാണ്. അവിടെയാണ് പബ്ലിക്കിനെ കുറിച്ചൊക്കെ ഒരു അരമണിക്കൂറിന് വേണ്ടിയുള്ള റെസ്ട്രിക്ഷൻസ് ഉണ്ടാവും. നോർമൽ ടൈമിൽ നോർമൽ മൂവ്മെൻ്റ് ആയിരിക്കും, റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല, കടകൾ അടയ്ക്കേണ്ട ആവശ്യമില്ല. പക്ഷേ പാർക്കിംഗ് അനുവദിക്കില്ല, ആ റൂട്ട്സിൽ പാർക്കിംഗ് അനുവദിക്കില്ല. ആംബുലൻസ് മൂവ്മെൻറ്റ് നമ്മൾ സുഗമമാക്കാനുള്ള എല്ലാ നടപടി ചെയ്തിട്ടുണ്ട്. പ്രയോറിറ്റി കൊടുക്കും, ആംബുലൻസ് ആണെങ്കിൽ പ്രയോറിറ്റി കൊടുക്കും. KSRTC സ്റ്റാൻഡ് റെയിൽവേ സ്റ്റേഷൻ്റെ ക്വൈറ്റ് ഓപ്പോസിറ്റ് ആയതുകൊണ്ട് ഫോർനൂണിൽ കുറച്ച് നേരം അതിൻ്റെ ആക്ടിവിറ്റീസിൻ്റെ
കുറച്ചൊരു സ്ലോ ഡൗൺ ആവും. അത് കഴിഞ്ഞിട്ട് നോർമലൈസ് ആവും. ട്രാഫിക് മെയിൻ റൂട്ട്സ് മാത്രം പാർക്കിംഗ് ഒഴിവാക്കണമെന്ന് നമ്മൾ ഇന്നലെ തന്നെ റിലീസ് കൊടുത്തിട്ടുണ്ട്. ആ ഏരിയയിലെ പാർക്കിംഗ് നമ്മൾ ചെയ്യാൻ അനുവദിക്കില്ല. ബാക്കി ഏരിയാസിലൊക്കെ നോർമൽ മൂവ്മെന്റ്, നോർമൽ പാർക്കിംഗ് ആണ്. ന്യൂസ് റൂം ലൈവ് തുടരും ഇടവേളയ്ക്ക് ശേഷം. Channels, 15 languages, 26 states, 1200 plus reporters, 67 plus crore viewers. India's largest news network, News 18 Network. ഡാനി, പ്രധാനമന്ത്രി 2 ദിവസത്തെ സന്ദർശനത്തിനായി കേരളത്തിലേക്ക് എത്തുകയാണ്. ഇന്ന് 5 മണിക്കാണ് നേവൽ ബേസിൽ അദ്ദേഹം വന്നിറങ്ങുന്നത്. അവിടെ നിന്ന് മെഗാ റോഡ് ഷോയായി തേവര SH കോളേജ് ഗ്രൗണ്ടിലേക്ക് അദ്ദേഹം എത്തുന്നു. അവിടെ യുവം 2023 പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നു. ആ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുന്നു. അങ്ങനെ ഒരുപാട് വിശേഷങ്ങളാണ് ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട കൊച്ചിയിൽ നിന്ന് വരാനുള്ളത്. എങ്ങനെ അവിടുത്തെ സുരക്ഷാ സജ്ജീകരണങ്ങൾ എത്രത്തോളം പൂർണ്ണമായി, അതോടൊപ്പം തന്നെ ഗതാഗത നിയന്ത്രണം അടക്കമുള്ള കാര്യങ്ങൾ അവിടെ ഇന്ന് ഏർപ്പെടുത്തുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങളുടെ വിശദാംശങ്ങൾ കൂടി ഡാനി. സജ്ജത്ത് ആര്യ, വെരി ഗുഡ് മോർണിംഗ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത് 2 ദിവസത്തെ വാർത്ത പൂർണ്ണമായും അല്ലെങ്കിൽ പ്രധാനമായും തന്നെ രാജ്യത്തെ പ്രധാനമന്ത്രിയിലേക്ക് കേന്ദ്രീകരിക്കുന്നു. കൊച്ചിയിലും തിരുവനന്തപുരത്തുമായി കേന്ദ്രീകരിക്കുന്നു എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. നമ്മൾ ഇന്ന് ഇപ്പോൾ കൊച്ചിയിൽ അദ്ദേഹത്തിന് ആദ്യ പരിപാടി യുവം 2023 നടക്കുന്ന തേവര SH കോളേജ് ഗ്രൗണ്ടിലേക്കാണ്. ഈ വഴികൾ ചെന്ന് അവസാനിക്കുന്നത്, അല്ലെങ്കിൽ ഈ വഴി ചെല്ലുന്നത് SH കോളേജിലേക്ക് പോകുന്ന വഴികളാണ്. അത് മുഴുവനായിട്ട് തന്നെ BJPയുടെ കൊടിതോരണങ്ങളും പ്രധാനമന്ത്രിയെ സ്വാഗതം ചെയ്തുകൊണ്ടുള്ള ഫ്ലെക്സുകളും മറ്റ് കമാനങ്ങളും എല്ലാമായിട്ട് ചുറ്റുപാടും അത് നിറഞ്ഞിട്ടുണ്ട്. ഈ വഴികൾ സൂചിപ്പിക്കുന്നത് തന്നെയും അവിടേക്കുള്ള ഒരു യാത്ര തന്നെയാണ്. ഇന്ന് 5 മണിക്ക് അവിടെ നേവൽ ബേസിൽ വന്ന് ഇറങ്ങുന്ന പ്രധാനമന്ത്രി പിന്നീട് ഈ വഴികളിലൂടെയാണ് റോഡ് ഷോയായിട്ട് ഇവിടെ തേവര SH കോളേജ് ഗ്രൗണ്ടിലേക്ക് അദ്ദേഹം എത്തിച്ചേരുക. ഏതാണ്ട് നേരത്തെ 1.2 കിലോമീറ്റർ ദൂരമായിരുന്നു. അതായത് ഇവിടുന്ന് വന്ന് ഈ റോഡ് തേവരയിലേക്ക് പോകുന്ന കുറച്ച് ദൂരം മാത്രമായിരുന്നു അത് ഉദ്ദേശിച്ചിരുന്നത്. പക്ഷേ ഇത് പൂർണ്ണമായും തന്നെ നേവൽ ബേസിൽ നിന്നിറങ്ങി ഇവിടേക്ക് വരുന്ന പൂർണ്ണ ദൂരവും റോഡ് ഷോ ആയിട്ട് തന്നെയാണ് അത് നടത്താനായിട്ട് നിശ്ചയിച്ചിരിക്കുന്നത്. അതിൽ ആളുകളുടെ ഒരു പങ്കാളിത്തം അത് കൂടുന്നു. കൂടുതൽ പേര് ഇതിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ദൂരം കൂട്ടുന്നുവെന്നാണ് BJP അവകാശപ്പെടുന്നതും അവർ പറയുന്നതുമെല്ലാം. 6 മണിയോടുകൂടി യുവം വേദിയിലേക്ക് എത്തുന്നു. അവിടെ അദ്ദേഹം യുവാക്കളോട് സംസാരിക്കുന്നു. എന്താണ് രാജ്യത്തിൻ്റെ ഭാവി സംബന്ധിച്ച കാര്യങ്ങൾ, അവരുടെ കാര്യങ്ങൾ എന്താണ്, അവർക്ക് എന്താ അറിയാനുള്ളത്, അത്തരം സംവാദങ്ങളിലേക്കടക്കം നീങ്ങുന്നു. 1 ലക്ഷത്തോളം പേരുടെ പങ്കാളിത്തം ഉണ്ടാകുമെന്നാണ് BJP അവകാശപ്പെടുന്നത്. പിന്നീട് ഇവിടെ നിന്ന് അദ്ദേഹം തിരിച്ച് അദ്ദേഹം താമസിക്കുന്ന വെല്ലിംഗ്ടൺ ഐലൻഡിലെ ഹോട്ടലിലേക്ക് മടങ്ങും. അവിടെ വെച്ച് വളരെ പ്രധാനപ്പെട്ട കൂടിക്കാഴ്ചകൾ നടക്കും. അവിടെ ക്രൈസ്തവ മത മേലധ്യക്ഷന്മാരുമായി തിരഞ്ഞെടുക്കപ്പെട്ട 8 പേരുമായി അദ്ദേഹം സംസാരിക്കുകയും ചെയ്യും. അത് നമുക്കറിയാം, അത് ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. അതിലേക്ക് വരും മുമ്പ് മറ്റ് ക്രമീകരണങ്ങളെക്കുറിച്ച് പറയാം. ഇവിടെ കർശനമായ സുരക്ഷാ ക്രമീകരണങ്ങൾ, പ്രത്യേകിച്ച് പ്രധാനമന്ത്രിയെ അപായപ്പെടുത്തുന്ന അടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് രൂപക്കത്ത് അടക്കം ലഭിച്ചിരുന്നു. അതിൻ്റെ ഒരു സാങ്കത്യമെല്ലാം പിന്നീട് പോലീസിൻ്റെ അന്വേഷണത്തിൽ വ്യക്തികൾ തമ്മിലൊരു വൈരാഗ്യത്തിന് ഇതിടയാക്കുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ വന്നു. പക്ഷേ എങ്കിൽ കൂടിയും എല്ലാ പഴുതടച്ചുകൊണ്ടുള്ള സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. പോലീസ് ഇവിടെ ഡ്യൂട്ടിക്ക് വേണ്ടി മാത്രം നിയോഗിച്ച 2050 പോലീസുകാരെയാണ് ഇവിടെ നിയോഗിച്ചത്. ഉദ്യോഗസ്ഥർ അടക്കമുള്ള ഒരു സംവിധാനങ്ങൾ അത് വേറെയുമുണ്ട്. SPG സുരക്ഷ, അങ്ങനെ കർശനമായൊരു സുരക്ഷാ സംവിധാനങ്ങൾക്ക് നടുവിലൂടെയാണ് അദ്ദേഹം ഇവിടേക്ക് എത്തുന്നത്. പഴുതടച്ചുള്ള എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളും അതിൻ്റെ ട്രയൽ റൺ പലവട്ടം തന്നെ പൂർത്തിയാക്കുന്നു. ഈ മേഖലകളെല്ലാം തന്നെ ഇതിനകം തന്നെ പോലീസ് ഉദ്യോഗസ്ഥർ ഒപ്പം
കൊച്ചിയിൽ പ്രധാനമന്ത്രിയുടെ പരിപാടിയിൽ പങ്കെടുക്കാത്തതിൽ വിശദീകരണവുമായി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. ഔദ്യോഗിക പരിപാടികൾ ഇല്ലാത്തതുകൊണ്ടാണ് സ്വീകരണ സംഘത്തിൽ ഇല്ലാത്തതെന്നാണ് പ്രതികരണം. ഇന്നലെ കൊച്ചിയിൽ എത്തിയതിനു ശേഷമാണ് സ്വീകരണ സംഘത്തിന്റെ പട്ടിക പുറത്തുവന്നതെന്നും ഗവർണർ വ്യക്തമാക്കി. I am not supposed to participate or comment on political events. So therefore, because there is no official program today in Kochi and the final program came very late, and that is why I am leaving. If there was any official program, I would have stayed back here to receive Honorable Prime Minister. But I was advised that since all non-official programs are there, therefore I need not be present at the airport. So how, if even my presence is not required, why you want me to comment on programs of political nature? പ്രധാനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയിൽ മാർത്തോമാ സഭയ്ക്കും CSI സഭയ്ക്കും ക്ഷണമില്ല. മറ്റ് പ്രൊട്ടസ്റ്റന്റ് സഭകൾക്കും ക്ഷണമില്ല. BJP നേതൃത്വം മാർത്തോമാ സഭയുമായി ബന്ധപ്പെട്ടിരുന്നതായെന്നാണ് സൂചന. പങ്കെടുക്കാൻ കഴിയില്ലെന്ന് മാർത്തോമാ സഭാ നേതൃത്വം BJP അറിയിച്ചതിനാലാണ് ക്ഷണം ലഭിക്കാത്തത്. CSI സഭയെയും മറ്റ് പ്രൊട്ടസ്റ്റന്റ് സഭകളെയും ഒഴിവാക്കുകയായിരുന്നു എന്നാണ് വിവരം. സിറോ മലബാർ, ലത്തീൻ, മറ്റ് മലങ്കര സഭകൾ ഉൾപ്പെടെ 8 സഭാ പ്രതിനിധികൾ പ്രധാനമന്ത്രിയുമായി ഇന്ന് കൂടിക്കാഴ്ച നടത്തും. അതേസമയം ആരെയും മാറ്റി നിർത്തിയതായി അറിയില്ലെന്നാണ് കേന്ദ്രമന്ത്രി V മുരളീധരന്റെ പ്രതികരണം. എനിക്കതിനെക്കുറിച്ച് ആരെങ്കിലും മാറ്റി നിർത്തിയതായിട്ടോ ഉൾപ്പെടുത്താത്തതോ ഒന്നും എനിക്ക് അറിയില്ല. കാരണം ഞങ്ങൾ വിളിച്ചുകൂട്ടിയ യോഗമല്ല അത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ക്രൈസ്തവ സഭാ മേധാവികൾ ആരൊക്കെയാണോ അനുവാദം ചോദിച്ചിട്ടുള്ളത് അതിൽ അനുവാദം ചോദിച്ച ആൾക്കാർക്കൊക്കെ കൊടുത്തിട്ടുണ്ടാവും. എല്ലാവർക്കും അവസരം ഉണ്ടാകുമെന്നായിരുന്നു K സുരേന്ദ്രന്റെ പ്രതികരണം. സ്വാഭാവികമായ നിലയിൽ നമ്മുടെ രാജ്യത്തെ ഒരു പ്രധാനമന്ത്രി പോകുമ്പോൾ എല്ലാ സംസ്ഥാനങ്ങളിലും അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ വരവ് എവിടെയാണോ അവിടെ മുഖ്യമന്ത്രി വരാറുണ്ട്. ഞാനതിന് പ്രതിഷേധമൊന്നും അറിയിക്കുന്നതല്ല. ഞങ്ങൾക്കത് ഞങ്ങളെ ബാധിക്കുന്ന വിഷയവുമല്ല. എന്തുകൊണ്ടാണ് അദ്ദേഹം വരാത്തത്? അദ്ദേഹം നാളെ പങ്കെടുക്കുന്നുണ്ട് എന്നറിയുന്നു. എന്തായാലും അതല്ല ഇന്നത്തെ പ്രധാന ചർച്ചാ വിഷയം. പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം നരേന്ദ്രമോദിജിയുടെ കേരള സന്ദർശനം ഉണ്ടാക്കിയിട്ടുള്ള വലിയ മാറ്റങ്ങളാണ്. ഈ ഗവർണറും പങ്കെടുക്കുന്നില്ല, പൊതുപരിപാടി അല്ല എന്നതുകൊണ്ടാണ് പങ്കെടുക്കാത്തതെന്നാണ് അറിഞ്ഞുകൂടാ. അതിനെപ്പറ്റി പറയാൻ ഞാൻ ആളല്ല. എന്തുകൊണ്ടാണ് മാർത്തോമാ സഭയുടെ അദ്ദേഹം എല്ലാവരെയും ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു തോന്നുന്നു. ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ്. എന്തായാലും ഇത് ഒരു പ്രധാനപ്പെട്ട എല്ലാവരെയും പങ്കെടുക്കണമെന്ന് ആഗ്രഹമുള്ള എല്ലാവരെയും അറിയിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇന്ന് പങ്കെടുക്കാൻ കഴിയാത്തവർക്ക് വീണ്ടും പ്രധാനമന്ത്രിയുമായിട്ട് ആശയവിനിമയം നടത്താനുള്ള അവസരങ്ങളുണ്ടാവും. ടോം ചേരുന്നു വിവരങ്ങളുമായി. ടോം, കുറെ നാളുകളായി കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിൽ ഒരു സ്വാധീനം ഉണ്ടാക്കാനുള്ള BJPയുടെ ശ്രമം. ഇന്നിപ്പോൾ മതമേലധ്യക്ഷന്മാരുമായുള്ള പ്രധാനമന്ത്രിയുടെ കൂടിക്കാഴ്ച, അതുണ്ടാക്കുന്ന രാഷ്ട്രീയ ചലനം എങ്ങനെയായിരിക്കും? മറ്റൊന്ന്, 2 സഭകളെ മാർത്തോമാ CSI വിഭാഗത്തെ ഈ മീറ്റിംഗിന് വേണ്ടി വിളിച്ചിട്ടില്ല എന്നുള്ള ഒരു വിവാദം കൂടി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ധന്യ, ഇക്കഴിഞ്ഞ ഈസ്റ്റർ ദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡൽഹിയിൽ ഒരു ദേവാലയം സന്ദർശിച്ചതും അതിന് പിന്നാലെ കേരളത്തിലെ വിവിധ അരമനകൾ കേന്ദ്രീകരിച്ചും ക്രൈസ്തവ ഭവനങ്ങൾ കേന്ദ്രീകരിച്ചും BJP നടത്തിയ പര്യടനങ്ങളുമെല്ലാം നമ്മൾ കണ്ടതാണ്. അതായത് ക്രൈസ്തവ മതന്യൂനപക്ഷങ്ങളെ ഒപ്പം നിർത്തുക, അത് തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ നേട്ടമുണ്ടാക്കുക എന്ന ലക്ഷ്യം തന്നെയാണ് BJPക്കുള്ളത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് കൊച്ചിയിൽ പ്രധാനമന്ത്രി എത്തുമ്പോൾ കേരളത്തിലെ പ്രധാനപ്പെട്ട ക്രൈസ്തവ മതമേലധ്യക്ഷന്മാരുമായി ഇന്ന് കൂടിക്കാഴ്ച നടത്തുന്നത്. പക്ഷേ അവിടെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യം, 2 സഭകളെ മാർത്തോമാ CSI സഭകൾ 10 ലക്ഷത്തോളം, ഈ 10 ലക്ഷത്തിലധികം വരും. ഈ 2 സഭകളുടെ അതോടൊപ്പം പ്രൊട്ടസ്റ്റന്റ് സഭകളുടെയും ഒരു വിശ്വാസികളുടെ എണ്ണം 10 ലക്ഷത്തിലധികം വരും. അവരെ എന്തുകൊണ്ട് മാറ്റി നിർത്തി എന്നൊരു ചോദ്യം, അതിപ്പോഴും BJP ഒരു വ്യക്തമായ ഉത്തരം തന്നിട്ടില്ല. BJP കേന്ദ്രമന്ത്രി V മുരളീധരനും BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രനും പറഞ്ഞത് അത് BJP നടത്തിയ ഒരു നീക്കമല്ല, അത് പ്രധാനമന്ത്രിയുടെ ഓഫീസാണ് ഇത്തരം ഒരു കൂടിക്കാഴ്ച സംഘടിപ്പിക്കുന്നത്. അതുകൊണ്ട് തങ്ങൾക്ക് അതിനകത്ത് മറുപടി പറയാൻ അവർ തയ്യാറായിട്ടില്ല. പക്ഷേ മാർത്തോമാ സഭ, അതായത് നേരത്തെ തന്നെ അറിയിച്ചിരുന്ന കാര്യം 9 സഭാ അധ്യക്ഷന്മാരുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തുമെന്നായിരുന്നു. അതിനുശേഷമാണ് മാർത്തോമാ സഭ കൂടിക്കാഴ്ചയിൽ നിന്നും
പിന്മാറിയത്. അവരെ ഔദ്യോഗികമായി BJP ക്ഷണിച്ചിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ മറ്റു ചില അസൗകര്യങ്ങൾ കാരണം തനിക്ക് പങ്കെടുക്കാൻ കഴിയില്ല എന്ന് മാർത്തോമ സഭയുടെ അധ്യക്ഷൻ തെയോഡോഷ്യസ് മെത്രാപ്പോലിത്ത BJP നേതൃത്വത്തെ അറിയിക്കുകയായിരുന്നു. പക്ഷേ CSI സഭയെ ഈ കൂടിക്കാഴ്ചയിൽ നിന്നും പൂർണ്ണമായും ഒഴിവാക്കിയിട്ടുണ്ട്. മറ്റ് പ്രൊട്ടസ്റ്റന്റ് സഭകളെയും ഒഴിവാക്കിയിട്ടുണ്ട്. അതിൽ പ്രധാനമായും മനസ്സിലാക്കേണ്ട കാര്യം BJPയുടെ ക്രൈസ്തവ സഭകളുടെ, പ്രത്യേകിച്ച് പ്രൊട്ടസ്റ്റന്റ് സഭകളുടെ ഈ മതപരിവർത്തന നീക്കത്തെ, അതിനോട് ഉള്ള BJPയുടെയും RSSന്റെയും എതിർപ്പ് തന്നെയാണ് അവർ ഒഴിവാക്കാനുള്ള കാരണമെന്നാണ് മനസ്സിലാക്കുന്നത്. അതോടൊപ്പം തന്നെ CSI സഭയുടെ മോഡറേറ്റർ ധർമ്മരാജ് റസാലും ഈ സഭകൾക്ക് മാത്രമാണ്. കാരണം ഈ ക്രൈസ്തവ മത നേതാക്കളുടെ നിലപാടുകൾക്കൊക്കെ എതിരെ നേരത്തെ തന്നെ ഈ നന്ദി മോദി പരിപാടിയൊക്കെ നടത്തിയിരുന്ന സമയത്ത് പോലും ഈ നരേന്ദ്രമോദിയുടെ പ്രതിച്ഛായ മാറ്റാനുള്ള ആ പരിപാടികളിൽ പോലും ചില മതവിശ്വാസികൾ ഇതിനെയൊക്കെ എതിർത്തിരുന്നു. അതുകൊണ്ട് മതമേലധ്യക്ഷന്മാർ എടുക്കുന്ന തീരുമാനത്തോട് എല്ലാ വിശ്വാസികളും അതിനൊപ്പം നിൽക്കണം എന്നില്ലല്ലോ. അത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയില്ലേ ഈ മീറ്റിംഗിന് അവസാനം? ധന്യ, ഇതിനു മുൻപ് ഈ സീറോ മലബാർ സഭയുടെ അധ്യക്ഷൻ കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരിയും ക്ലീമീസ് ബാവയും അതോടൊപ്പം ഓസ്വാൾഡ് ഗ്ലീഷ്യസും ഡൽഹിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അന്നെല്ലാം ഈ സഭകൾ മുന്നോട്ട് വെച്ച്, ക്രൈസ്തവ സഭകൾ മുന്നോട്ട് വെച്ചൊരു പ്രധാനപ്പെട്ട പ്രശ്നം ഇതായിരുന്നു. അതായത് വടക്കേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടെ ക്രൈസ്തവർക്ക് നേരെ ഉണ്ടാകുന്ന ആക്രമണങ്ങൾ, ക്രൈസ്തവ ദേവാലയങ്ങൾക്ക് നേരെ ഉണ്ടാകുന്ന ആക്രമണങ്ങൾ, ഇക്കാര്യം പ്രധാനമന്ത്രിയോട് അതോടൊപ്പം തന്നെ BJP നേതാക്കളോടും ക്രൈസ്തവ സഭാധ്യക്ഷന്മാർ ചൂണ്ടിക്കാണിച്ചതാണ്. അന്ന് BJP നേതാക്കൾ ഉൾപ്പെടെ RSS നേതാക്കളും പ്രധാനമായും ഉന്നയിച്ച വിഷയം ഇതാണ്. രാജ്യത്താകമാനം നടക്കുന്ന ചില മതപരിവർത്തനങ്ങൾ, ഈ മതപരിവർത്തനങ്ങൾ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും അതിനെതിരെ പ്രതിരോധം ഉണ്ടാകുന്നു. അത് മാത്രമാണ് സംഭവിക്കുന്നത്. അതല്ലാതെ ഒരു സംഘടിതമായിട്ടുള്ള ആക്രമണം ക്രൈസ്തവ ദേവാലയങ്ങൾക്കെതിരെയോ ക്രൈസ്തവ വിഭാഗങ്ങൾക്കെതിരെയോ ഇല്ല എന്ന് പറയുന്നു. പക്ഷേ ചില പ്രൊട്ടസ്റ്റന്റ് വിഭാഗങ്ങൾ മറ്റു ചില സംസ്ഥാനങ്ങളിലടക്കം ഈ മതപരിവർത്തനം നടത്തുന്നതാണ് BJPയുടെ പ്രധാനപ്പെട്ട എതിർപ്പിന് കാരണം. അതായത് ധന്യ സൂചിപ്പിച്ചതുപോലെ ഏതെങ്കിലും വിധത്തിലുള്ള പ്രതിഷേധങ്ങൾ, അതായത് ആരെങ്കിലും മാറ്റി നിർത്തിയോ എന്ന് BJP തന്നെ പറയുന്നുണ്ട്, BJP നേതൃത്വം തന്നെ പറയുന്നുണ്ട്, ആരെയും ഞങ്ങൾ മാറ്റി നിർത്തിയിട്ടില്ല എന്ന്. പക്ഷേ ഇവിടെ മാറ്റി നിർത്തിയിട്ടുണ്ട് എന്ന കാര്യം ഒരു വസ്തുതയാണ്. അതിൽ പ്രൊട്ടസ്റ്റന്റ് സഭകൾ 3 ഡസനിലധികം വരുന്ന പ്രൊട്ടസ്റ്റന്റ് സഭകളുണ്ട് കേരളത്തിൽ മാത്രം. അതോടൊപ്പം CSI സഭയും പ്രൊട്ടസ്റ്റന്റ് സ്വഭാവമുള്ള സഭയാണ്. ഇവർ ഈ മതപരിവർത്തനം നടത്തുന്നുണ്ട് എന്ന് തന്നെയാണ് ഈ ഒരു ഒഴിവാക്കലിന് കാരണമായി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ മോഹൻ വർഗീസ്, ഈ BJP അനുകൂല നിലപാടുകളുമായി രംഗത്തെത്തിയ മതമേലധ്യക്ഷന്മാരെല്ലാവരും ഇന്ന് പ്രധാനമന്ത്രിയെ കാണുന്നുണ്ട്. എന്നാൽ മാർത്തോമ CSI സഭ പ്രതിനിധികളെ ക്ഷണിച്ചിട്ടില്ല. മാർത്തോമ BJP അറിയിച്ചു ഔദ്യോഗികമായി പങ്കെടുക്കാൻ കഴിയില്ല എന്നൊക്കെയുള്ള വാർത്തകൾ വരുന്നുണ്ട്. എന്നാൽ അത് സ്ഥിരീകരിച്ചിട്ടുമില്ല. എന്തുകൊണ്ടായിരിക്കും ആ സഭകളെ ഒഴിവാക്കിയിരിക്കുന്നത്? അത് മാത്രമല്ല, ഇത്തരത്തിൽ മേലധ്യക്ഷന്മാർ തീരുമാനമെടുക്കുന്നതിൽ സ്വാഭാവികമായിട്ടും സഭാവിശ്വാസികൾക്കുണ്ടാവുന്ന എതിർപ്പ് അതിനി പ്രകടമാകില്ലേ? ഏതെങ്കിലും ഒരു സഭാ വിഭാഗത്തെ മനഃപൂർവമായി ഈ സമ്മേളനത്തിൽ നിന്നും അല്ലെങ്കിൽ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയെ കാണുന്നതിൽ നിന്നും ഒഴിവാക്കി എന്ന് കാണാനാവില്ല. ഒരു പ്രതീകാത്മകമായ നിലയിൽ ക്രൈസ്തവ സഭകളുടെ അവാന്തര വിഭാഗങ്ങളിൽ 8 വിഭാഗങ്ങളിൽ, അതായത് ഡിനോമിനേഷനുകളിൽ പെട്ട മേലധ്യക്ഷന്മാരെയാണ് വിളിച്ചിരിക്കുന്നത്. അതിൽ 4 പേര് കത്തോലിക്ക സഭയിലെ ആളുകളാണ്. സീറോ മലബാർ സഭയുടെ പരമാധ്യക്ഷൻ, സീറോ മലങ്കര സഭയുടെ ക്ലീമീസ് തിരുമേനി, അതുപോലെ തന്നെ ജ്ഞാനായ കത്തോലിക്ക വിഭാഗത്തിൻ്റെത്, അതുപോലെ തന്നെ തീരദേശ മേഖലയിലെ സ്വാധീനമുള്ള ലത്തീൻ വിഭാഗത്തിന്റെ, അങ്ങനെ 4 കത്തോലിക്ക വിഭാഗത്തിന്റെ മേലധ്യക്ഷന്മാരെയും, അതുപോലെ 4 കത്തോലിക്ക ഇതര, അത് ഓർത്തഡോക്സ് കത്തോലിക്ക ബാവ, യാക്കോബ സഭയുടെ ശ്രേഷ്ഠ കത്തോലിക്ക, അതുപോലെ കൽദായ സഭയുടെ പരമാധ്യക്ഷൻ, അങ്ങനെ 4 പേരെ മറുപക്ഷത്തു നിന്നും വിളിച്ചു. മറുപക്ഷമെന്ന് പറയാൻ ആവില്ല, അതിനൊരു പ്രതീകാത്മക സ്വഭാവമുണ്ട്. ഏതാണ്ട് എല്ലാ വിഭാഗങ്ങളെയും അല്ല, ഇതിലൊരു പക്ഷം എന്ന് പറയാൻ പറ്റില്ല. ഇപ്പൊ പാംപ്ലാനിയുടെ നിലപാട് നമുക്കറിയാം. ക്രൈസ്തവർ ഇന്ത്യയിൽ അവസ്ഥ നേരിടുന്നില്ല. സമ്പൂർണ്ണമായി BJPയുടെ അണ്ടറിൽ വന്നാൽ പോലും ന്യൂനപക്ഷങ്ങൾ സേഫ് ആണ് എന്ന് പറഞ്ഞ മാർ ജോർജ് ആലഞ്ചേരി ഉൾപ്പെടെയുള്ള നേതാക്കൾ മാത്രമാണ്. അതല്ല, പലയിടങ്ങളിലും എതിർത്തിട്ടുള്ള പ്രൊട്ടസ്റ്റന്റ് ആയിട്ടുള്ള ആളുകളെ ഒന്നും പങ്കെടുപ്പിക്കുന്നില്ല എന്ന് പറയുന്നതിൽ അതിലൊരു പക്ഷമില്ലേ? ഈ പ്രൊട്ടസ്റ്റന്റ് എന്ന വാക്ക് വളരെ മിസ്ലീഡിംഗ് ആണ്. അതായത് പ്രൊട്ടസ്റ്റന്റ് സഭ എന്ന് പറയുന്ന അതിനെ നേരിട്ട് ഒരു ഈസ്റ്റേൺ ഇതല്ലേ, ഒരു ഈസ്റ്റേൺ കിഴക്കിന്റെ സഭകൾ എന്ന് പറയുന്ന മലങ്കര സഭ,
മലങ്കര സഭയുടെ 4 വിഭാഗങ്ങളെ ഉൾപ്പെടുത്തിയിരിക്കുന്നു. കത്തോലിക്ക സഭയുടെയും 4 വിഭാഗങ്ങളെ ഉൾപ്പെടുത്തിയിരിക്കുന്നു. അതിന് പ്രതീകാത്മക സ്വഭാവം ഉണ്ടാകും എന്നാണ് ഭാരതീയ ജനതാ പാർട്ടി. എത്രത്തോളം ഭാരതീയ ജനതാ പാർട്ടി ഇതേക്കുറിച്ച് സ്റ്റഡി ചെയ്താണെന്ന് അറിയില്ല. പക്ഷെ അവർ മാത്രമല്ല, പെന്തിക്കോസ്റ്റൽ വിഭാഗങ്ങളുണ്ട്, അതുപോലെ സ്വതന്ത്ര സഭകളുണ്ട്. അങ്ങനെ പലതായി ചിതറിക്കിടക്കുന്ന കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിനെ പ്രതീകാത്മകമായി 8 വിഭാഗങ്ങളെ ഉൾപ്പെടുത്തി. അത് മാത്രമല്ല, മാർത്തോമ വിഭാഗത്തെക്കുറിച്ചും CSI വിഭാഗത്തെക്കുറിച്ചും പ്രത്യേകമായി പറയും. CSI വിഭാഗത്തിന് ആംഗ്ലിക്കൻ സ്വഭാവമാണുള്ളത്, ബ്രിട്ടീഷ് ആംഗ്ലിക്കൻ സ്വഭാവമാണുള്ളത്. ഒരു പക്ഷേ കൺവേർഷനുകളിൽ ചില ഭാഗത്ത് തെക്കൻ തിരുവിതാംകൂർ മേഖലയിലും ഇന്ത്യയുടെ മറ്റ് പല ഭാഗങ്ങളിലുമായി കൺവേർഷൻ നടത്താൻ ചെറിയ സാധ്യതയുള്ള സഭയുമാണ്. അതുകൊണ്ട് മാത്രമായി CSI സഭയെ മനഃപൂർവ്വമായി മാറ്റി നിർത്തിയെന്ന് ഞാൻ കരുതുന്നില്ല. അത് മാത്രമല്ല, മാർത്തോമ സഭ തീർച്ചയായും ഓർത്തഡോക്സ് സഭയെ പോലെയോ യാക്കോബായ സഭയെ പോലെയോ തന്നെ മലങ്കര വിശ്വാസത്തിലുള്ള പക്ഷെ നാനായ സഭയെ പോലെ അല്ല. നാനായ സഭ മൈനോറിറ്റി സഭയാണ്. പക്ഷേ നാനായ സഭക്കാരെ വിളിച്ചിട്ടുണ്ട്. എന്നിട്ട് പോലും മാർത്തോമ സഭയെ ഒഴിവാക്കി എന്ന് പറയുന്നതിൽ ഒരു പ്രശ്നം തോന്നുന്നില്ല. അതിൽ ന്യായമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം മാർത്തോമ മെത്രാപ്പോലിത്ത, അന്ന് ജോസഫ് മാർത്തോമ മെത്രാപ്പോലിത്ത രണ്ടാമത്തെ മോഡി സർക്കാരിന്റെ ചുമതല ഏൽക്കുന്ന സമയത്ത് പ്രത്യേകമായി ക്ഷണം കിട്ടിയ കേരളത്തിലെ മതമേലധ്യക്ഷന്മാരിൽ ഏക വ്യക്തിയായിരുന്നു മാർത്തോമ മെത്രാപ്പോലിത്തയായിരുന്ന ജോസഫ് മാർത്തോമ മെത്രാപ്പോലിത്ത. അതുകൊണ്ട് മാർത്തോമ സഭയെ ഒഴിവാക്കിയെന്ന് കരുതാനാവില്ല. കാരണം മാർത്തോമ സഭ എപ്പോഴും ഒരു ഔപചാരികമായ നിലപാടുകളൊന്നും സഭയുടെ ഭാഗത്തു നിന്നും ഒരു ഔപചാരിക നിലപാടുകളും ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല എന്നത് ശ്രദ്ധേയമാണ്. ഇവിടെ ഭാരതീയ ജനതാ പാർട്ടി സഭയുടെ മേലധ്യക്ഷന്മാരെ കണ്ടുകൊണ്ട് ഒരു ഗുഡ്വിൽ ജനറേഷനാണ്. മേലധ്യക്ഷന്മാരുടെ അഭിപ്രായം സഭയുടെ ആകമാന അഭിപ്രായമായി ഒരിക്കലും കണക്കാക്കാനാവില്ല. ഓരോ സഭയും സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന സഭാവിഭാഗങ്ങളാണ്. അവർ സ്വതന്ത്രമായ രാഷ്ട്രീയ ചിന്താഗതിയുള്ള ആളുകളാണുള്ളത്. അവരെല്ലാം തന്നെ സഭയുടെ മേലധ്യക്ഷന്മാർ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതാക്കളെയോ പ്രധാനമന്ത്രിയോ കാണുന്നത് കൊണ്ട് മാത്രമായി BJP അനുകൂല നിലപാടെടുക്കും എന്ന് കരുതാനുമാവില്ല. പക്ഷേ ഒരു ശുഭോദർക്കമായ കാര്യം തന്നെയാണ്, ക്രൈസ്തവ മനസ്സുകളിൽ എന്തെങ്കിലും ആശങ്കയുടെ വിത്തുകൾ വിതയ്ക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കുക എന്നൊരു പ്രാഥമിക ചുമതലയാണ് ഭാരതീയ ജനതാ പാർട്ടി നിൽക്കുന്നത്. കൺവേർഷൻ ഒരു വലിയ ഹോട്ട് ഇഷ്യൂ ആണ്. അത് കേരളത്തിൽ അത്ര പ്രസക്തമല്ലെങ്കിലും കേരളത്തിന് പുറത്ത് മധ്യപ്രദേശിലും മഹാരാഷ്ട്രയിലും ഛത്തീസ്ഗഡിലും ജാർഖണ്ഡിലും ഒറീസയിലും വെസ്റ്റ് ബംഗാളിലും ഒക്കെ വലിയ വിഷയമാണ്. മറ്റൊരു വശം ഇപ്പൊ BJP ഇല്ലെങ്കിൽ പ്രധാനമന്ത്രിയുമായിട്ടുള്ള ചർച്ചയ്ക്ക് ഈ 2 സഭകളെയും വിളിച്ചില്ല എന്നതിന്റെ അപ്പുറത്തേക്ക് ഇനി ഇതിൽ പങ്കെടുക്കാൻ കഴിയില്ല എന്ന് തിരിച്ചങ്ങോട്ട് മാർത്തോമ സഭ അറിയിക്കുകയായിരുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ വരുമ്പോൾ എന്തുകൊണ്ടായിരിക്കും മാർത്തോമ സഭ അത്തരത്തിലൊരു നിലപാട് ഈ വിഷയത്തിൽ എടുത്തിട്ടുണ്ടാകുക? പ്രധാനമായും പ്രധാനമന്ത്രിയും ഒക്കെ ആയിട്ടുള്ള കൂടിക്കാഴ്ച സഭാ കൗൺസിലോ എപ്പിസ്കോപ്പൽ സിനഡോ പ്രതിനിധി മണ്ഡലമോ ഇതൊക്കെയാണ് മാർത്തോമ സഭയെ നയിക്കുന്ന ഘടകങ്ങൾ. ആ സഭ ഔപചാരികമായ നിലപാടെടുത്തിട്ടുണ്ട് എന്ന് കരുതാനാവില്ല. ഒരുപക്ഷെ ഇൻവിറ്റേഷൻ ലഭിച്ചപ്പോൾ എല്ലാ സഭകൾക്കും ആയിരിക്കണം ലഭിച്ചത്. ആ സഭകൾക്ക് ലഭിച്ച ഇൻവിറ്റേഷൻ കുറെ സഭകൾ റെസ്പോണ്ട് ചെയ്തിരിക്കുന്നു. 8 സഭകൾ 8 വിഭാഗങ്ങളുടെ തിരുമേനിമാർ റെസ്പോണ്ട് ചെയ്തിരിക്കുന്നു. അവരെ ക്ഷണിച്ചിരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മനഃപൂർവ്വമായി പങ്കെടുക്കേണ്ട എന്നൊരു തീരുമാനം ഇവിടെ നിന്നും വന്നതായി എന്റെ അറിവിൽ വരുന്നില്ല. അതാണ് വാസ്തവം. ഇവിടെ മറ്റൊന്ന്, ഇപ്പം ഏത് വിധേനയും കേരളം പിടിക്കും എന്നുള്ള ആവർത്തിച്ചിട്ടുള്ള പ്രഖ്യാപനങ്ങളുണ്ട് BJPയുടെ ഭാഗത്തു നിന്ന്. ഇപ്പൊ വിഷുവിന് എന്ത് സംഭവിച്ചു, ചെറിയ പെരുന്നാളിന് എന്ത് സംഭവിച്ചു എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്കറിയാം. എങ്ങനെയാണ് ന്യൂനപക്ഷങ്ങൾക്കിടയിൽ ഇത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യം ഇതുണ്ടാക്കാൻ പോകുന്ന ഇന്ന് നടക്കാൻ പോകുന്ന ക്രൈസ്തവ മതമേലധ്യക്ഷന്മാരുമായുള്ള കൂടിക്കാഴ്ചയിൽ ഉണ്ടാക്കാൻ പോകുന്ന രാഷ്ട്രീയ ചലനത്തെക്കുറിച്ച് താങ്കളുടെ അഭിപ്രായം എന്താണ്? തീർച്ചയായും രാഷ്ട്രീയം എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ കക്ഷിയെ സംബന്ധിച്ചിടത്തോളം എല്ലാ വിഭാഗങ്ങളുടെയും, അത് ന്യൂനപക്ഷ വിഭാഗങ്ങളാകട്ടെ, പരമ്പരാഗതമായ ഒരു പാർട്ടിക്ക് പിന്തുണ കിട്ടുന്ന BJP പോലെ പിന്തുണ കിട്ടുന്ന ഭൂരിപക്ഷ വിഭാഗങ്ങളായിക്കോട്ടെ, എല്ലാവരുടെയും പിന്തുണയും സഹകരണവും ഗുഡ്വിലും ആവശ്യമാണ്. അതുകൊണ്ട് ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾ, കേരളത്തിലെ ജനസംഖ്യയുടെ 18% വരുന്ന ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളിലേക്ക് ഭാരതീയ ജനതാ പാർട്ടി കണ്ണറിഞ്ഞിട്ട് അധികം നാളായിട്ടില്ല. ഏറെക്കാലമായിട്ട് അതേക്കുറിച്ച് ചർച്ച ഉണ്ടായെങ്കിലും ത്രിപുര, നാഗാലാൻഡ്, മണിപ്പൂർ തിരഞ്ഞെടുപ്പ് നടന്നതിന് പിറ്റേന്ന് ഡൽഹിയിൽ വെച്ച് കൂടിയ വലിയ സമ്മേളനത്തിൽ നമ്മുടെ പ്രധാനമന്ത്രി ഒരു നാടകീയമായ പ്രഖ്യാപനം നടത്തി. ഇനി ഭാരതീയ ജനതാ പാർട്ടിയുടെ ശ്രദ്ധ കേരളത്തിലായിരിക്കും. കേരളം ഞങ്ങൾക്ക് ബാലികേറാമലയല്ല, കേരളത്തിൽ ഗൗരവമായി ഞങ്ങൾ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കാൻ തുടങ്ങുകയാണ്. ഒരുപക്ഷെ അതിന്റെ കൂടെ ഫലമായിട്ടായിരിക്കും കഴിഞ്ഞ 1-2 മാസത്തിനുള്ളിൽ നടന്ന നാടകീയമായ ഒരുപാട് സംഭവ വികാസങ്ങൾ. അതിൽ നിന്നുകൊണ്ടാണ് 18% വരുന്ന ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളുടെ നേതാക്കന്മാരെ കാണുകയും ആ സഭയിൽ സ്വാധീനമുള്ള ആത്മായ നേതാക്കന്മാരുടെ ഭവനങ്ങളിൽ സന്ദർശനം നടത്തുകയും അങ്ങനെ മനസ്സൊരുക്കുകയും കിട്ടാവുന്ന ഏതെങ്കിലുമൊക്കെ രീതിയിലുള്ള സോഫ്റ്റ് കോർണർ കിട്ടിയാൽ അത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഗുണകരമായി ഭവിക്കും. അത് മാത്രമല്ല, തിരുവനന്തപുരം മണ്ഡലത്തിലും അതുപോലെ തൃശൂർ മണ്ഡലത്തിലും ഭാരതീയ ജനതാ പാർട്ടി വലിയ പ്രതീക്ഷയാണ് വയ്ക്കുന്നത്.
ശ്രീ സുരേഷ് ഗോപി മത്സരിക്കുമെന്ന് കരുതപ്പെടുന്ന തൃശൂർ മണ്ഡലത്തിൽ ക്രൈസ്തവ സഭയുടെ പിന്തുണ ഇല്ലാതെ ഒരു ഭാരതീയ ജനതാ പാർട്ടി സ്ഥാനാർത്ഥിക്ക് സുരേഷ് ഗോപി ആണെങ്കിൽ പോലും കടന്നു വരിക, ജയിച്ചു വരിക എന്ന അസംഭവ്യമാണ്. അതുപോലെ ലത്തീൻ കത്തോലിക്ക പിന്തുണ ഇല്ലാതെ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ ഒരു ഭാരതീയ ജനതാ പാർട്ടി കാൻഡിഡേറ്റ് ജയിച്ചു വരുന്നത് ചിന്തിക്കാനാവാത്തൊരു കാര്യമാണ്. അതുകൊണ്ട് ഒരു ത്രെഷോൾഡ് ലെവലിൽ നിന്നും ഇലക്ട്രൽ വിക്ടറിയിലേക്ക് മാറണമെങ്കിൽ ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളുടെ പിന്തുണ ആവശ്യമാണ്. മുസ്ലിം ന്യൂനപക്ഷങ്ങളുടെ പിന്തുണ ലഭിക്കില്ല എന്ന് ഉറപ്പായ സ്ഥിതിക്ക് ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളുടെ ഒരു വിഭാഗത്തെയെങ്കിലും കൂടെ നിർത്തണം എന്ന് ഭാരതീയ ജനതാ പാർട്ടി ആഗ്രഹിക്കുന്നത് രാഷ്ട്രീയമായി തെറ്റല്ല. ഓരോ പാർട്ടിയും ഭരിക്കാൻ വേണ്ടി തന്നെയാണ്, ജയിക്കാൻ വേണ്ടി തന്നെയാണ് പൊതുപ്രവർത്തനം നടത്തുന്നത്. അതുകൊണ്ട് ഒരു ഇൻറോട്ട് ഉണ്ടാക്കാൻ തെറ്റില്ല. പക്ഷേ ക്രൈസ്തവരുടെ ആശങ്കകൾ ഭാരതീയ ജനതാ പാർട്ടിയോട് പങ്കുവയ്ക്കാൻ ഈ കൂടിക്കാഴ്ചകൾ പ്രയോജനപ്പെടുമെങ്കിൽ വളരെ നല്ലതാണ്. അത് ശ്രദ്ധയോടെ പ്രധാനമന്ത്രി കേൾക്കുകയും, ഈ പ്രധാനമന്ത്രിയുടെ പാർട്ടി അല്ലായിരിക്കും, പക്ഷേ ചില സംഘടനകളായിരിക്കും, സംഘപരിവാരത്തെ ചില ജൂനിയർ പാർട്ട്നേഴ്സ് ആയിരിക്കും ആക്രമണം നടത്തുക. അവരെ നിലക്ക് നിർത്താൻ ഭാരതീയ ജനതാ പാർട്ടിക്ക് നേതൃത്വത്തിന് കഴിയുമെങ്കിൽ ഈ ചർച്ചകൾ ഗുണപരമാകും എന്ന് എനിക്ക് ശരി, നന്ദി ശ്രീ ഡോക്ടർ മോഹൻ വർഗീസ് പ്രതികരിച്ചതിന്. ഇപ്പോൾ ജോർജ് പൊടിപ്പാറ നിരീക്ഷകൻ ചേരുന്നു. ശ്രീ ജോർജ് പൊടിപ്പാറ, BJPയുടെ ഈദ് മുബാറക്കും വിഷു കൈനീട്ടവും ഇന്നത്തെ ക്രൈസ്തവ മതമേലധ്യക്ഷന്മാരുമായുള്ള കൂടിക്കാഴ്ചയും ഒക്കെ കേരളത്തിൽ BJP ഉദ്ദേശിക്കുന്ന കാര്യത്തിലേക്ക് എത്തിക്കും എന്ന് താങ്കൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? എത്തുമോ എത്തിക്കുമോ എന്ന കാര്യത്തിലൊക്കെ ഇപ്പോഴും സംശയങ്ങൾ ബാക്കിയാണെങ്കിലും BJP കൊണ്ടുപിടിച്ച് ശ്രമിക്കുന്നു എന്നുള്ള കാര്യം നമ്മൾ അംഗീകരിച്ചേ മതിയാവും. വളരെ ആസൂത്രിതമായ നീക്കങ്ങളാണ് നടക്കുന്നത്. ഇപ്പൊ താങ്കൾ നേരത്തെ പറഞ്ഞ ആ 2-3 ചുവടുവയ്പ്പുകൾ, റബ്ബറിൽ തുടങ്ങിയിട്ട് ഇപ്പൊ ഈദ് മുബാറക്കിന്റെ ആശംസകൾ, അതുപോലെ തന്നെ വിഷു കൈനീട്ടം, പിന്നെ ഈസ്റ്റർ ആശംസകൾ, അങ്ങനെ ഇപ്പൊ ഏറ്റവും ഒടുവിൽ ക്രൈസ്തവ സഭാ നേതാക്കളുമായിട്ട് പ്രധാനമന്ത്രി നേരിട്ട് കൊച്ചിയിൽ കൂടിക്കാഴ്ച നടത്തുന്നു. നേരത്തെ എനിക്ക് മുമ്പ് സംസാരിച്ച ശ്രീ മോഹൻ പറഞ്ഞതുപോലെ തന്നെ BJPയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ കുറച്ച് അല്പമെങ്കിലും മുന്നോട്ട് പോകണമെങ്കിൽ തൃശ്ശൂരായാലും തിരുവനന്തപുരമായാലും എവിടെയായാലും BJPക്ക് മുന്നേറണമെന്നുണ്ടെങ്കിൽ ഒരു വിഭാഗം ന്യൂനപക്ഷത്തിന്റെ അല്ലെങ്കിൽ ക്രൈസ്തവ ന്യൂനപക്ഷത്തിന്, മുസ്ലിം ന്യൂനപക്ഷത്തിന്റെ പിന്തുണ കിട്ടാൻ യാതൊരു സാധ്യതയും ഇല്ലാതിരിക്കും. എന്തെങ്കിലും സാധ്യതയുള്ള ക്രൈസ്തവ ന്യൂനപക്ഷമാണെങ്കിൽ പോലും എല്ലാവരും ഇല്ല. ഇപ്പൊ മാർത്തോമ നിഷേധിച്ചു, ഇല്ലെങ്കിൽ ചർച്ചയിൽ പങ്കെടുക്കുന്നില്ല എന്ന് അറിയിക്കുന്നു. CSI സഭയെ വിളിച്ചിട്ടുമില്ല. അതെന്തുകൊണ്ടായിരിക്കും? അത്തരത്തിലൊരു അനുകൂല നിലപാടുകൾ എടുത്തിട്ടുള്ളവർ മാത്രമായിട്ടുള്ള ഒരു ചർച്ച എന്തുകൊണ്ടായിരിക്കും? അവിടെയാണ് പ്രശ്നം കിടക്കുന്നത്. അതായത് കേരളത്തിലെ ക്രൈസ്തവ സഭകള് ക്രൈസ്തവ എന്ന നാമധേയം ഉണ്ടെങ്കിൽ പോലും അവരുടെ എല്ലാം താല്പര്യങ്ങൾ പലപ്പോഴും ഭിന്നമാണ്. ഭയങ്കര ക്ലാഷ്. ഇപ്പോ താങ്കൾ സൂചിപ്പിച്ച മാർത്തോമാ സഭയായിട്ട് കത്തോലിക്ക സഭയ്ക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സഭകൾക്ക് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസമുള്ളതായിട്ട് നമുക്കറിയില്ല. പക്ഷെ മാർത്തോമാ സഭ എപ്പോഴും കൃത്യമായ ചില നിലപാടുകൾ വളരെ വ്യക്തമായ, അതായത് ആരെങ്കിലും എല്ലാവരും കയറി അഭിപ്രായം പറയുന്ന ഒരു സഭയല്ല. അത് കുറെ കൂടി ഓർഗനൈസ്ഡ് ആയിട്ടുള്ള അതിന്റെ ഉന്നത നേതൃത്വം മാത്രം സഭയുടെ കാഴ്ചപ്പാടുകളും നിലപാടുകളും പറയുന്ന ഒരു സ്വഭാവമാണ് കാലങ്ങളായിട്ട് പ്രകടിപ്പിക്കുന്നത്. ഏതായാലും മാർത്തോമാ സഭയ്ക്ക് ഈ പറഞ്ഞ മറ്റു സഭകളുടെ പോലെ ഈ നേരത്തെ നമ്മൾ ഇപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ പ്രധാന വിഷയമായിട്ട് വന്നിട്ടുള്ള ലവ് ജിഹാദ് പോലുള്ള വിഷയങ്ങളിലൊന്നും അതൊന്നും വലിയ വിഷയമായിട്ട് അവർ ഉയർത്തിപ്പിടിച്ചതായിട്ട് നമുക്കറിയില്ല. ഏതായാലും അവർ ഇതിൽ പങ്കെടുക്കുന്നില്ല എന്ന് പറയുന്നത് തന്നെ BJPയുടെ പരിശ്രമങ്ങൾക്ക് ഏറ്റവും തിരിച്ചടിയാണ്. പത്തനംതിട്ട ജില്ലയിലും അതുപോലെ തന്നെ കോട്ടയത്തിന്റെ പല ഭാഗങ്ങളിലും മാർത്തോമാ സഭയ്ക്ക് നല്ല സ്വാധീനമുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അവർ ഉൾപ്പെടുന്നില്ല ഈ ചർച്ചകളിൽ എന്ന് പറയുന്നത് BJPയുടെ ആ മുന്നോട്ട് പോകാൻ അല്ലെങ്കിൽ ക്രൈസ്തവ പിന്തുണ തേടാനുള്ള ശ്രമത്തിൽ ഒരു തിരിച്ചടിയാവും. അതുപോലെ CSI സഭ, അത് കോട്ടയത്തും അതുപോലെ തന്നെ ഈ പറഞ്ഞ മറ്റു പല സഭകളും പോലെ അത്ര ശക്തമൊന്നും അല്ല കേരളത്തില്. സീറോ മലബാർ സഭയായിട്ടോ ലാറ്റിൻ സഭയായിട്ടോ ഒന്നും കമ്പയർ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ അവരെ ഗവനിക്കാത്തതാണോ അല്ലെങ്കിൽ ഗവനിക്കാതിരിക്കുമ്പോഴാണ് പ്രശ്നം വരുന്നത്. ഒരു വാശിയോടെ അവർ ചിലപ്പോൾ എതിർ നിലപാട് എടുത്തു എന്ന് വരാം. BJP ഒരു പക്ഷേ അവരെ അത്ര കാര്യമായി കാണുന്നത്. പക്ഷെ ഞാൻ വിചാരിക്കുന്നത് ഇതിനേക്കാൾ കൂടുതലായിട്ടുള്ള പ്രശ്നം യാക്കോബായ സഭയും ഓർത്തഡോക്സ് സഭയും ഇതിൽ ഒരുമിച്ച് പങ്കെടുക്കുന്നുണ്ടെങ്കിൽ പോലും അതിൽ ഏതെങ്കിലും ഒരു വിഭാഗം BJPയെ പിന്തുണയ്ക്കാൻ തീരുമാനിച്ചാൽ മറുവിഭാഗം തീർച്ചയായിട്ടും അതിന് വിരുദ്ധമായ നിലപാടെടുക്കുന്നുള്ളതാണ്. മാത്രമല്ല അതിനപ്പുറത്തേക്ക് ഇപ്പൊ ഈ മത നേതാക്കളുടെ നിലപാടുകൾക്കെതിരെ വിശ്വാസി സമൂഹത്തിൽ നിന്ന് നല്ല വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ കുറെ ദിവസങ്ങളായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. സഭയ്ക്കകത്ത് ഇനി എന്ത് സംഭവിക്കും? ഈ പറഞ്ഞതുപോലെ ഓർത്തഡോക്സ് യാക്കോബായ പ്രശ്നം വരുന്നത് പോലെ തന്നെ സഭയിൽ തന്നെ എന്ത് സംഭവിക്കും എന്നുള്ളത് ഈ മീറ്റിംഗിന് ശേഷം വരും ദിവസങ്ങളിൽ ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്നത്. ഇപ്പൊ എറണാകുളം അങ്കമാലി അതിരൂപതയെ സംബന്ധിച്ചിടത്തോളം സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പോ അല്ലെങ്കിൽ സീറോ മലബാർ സഭയുടെ സിനഡോ ഏതെങ്കിലും രീതിയിലുള്ള ഒരു BJP അനുകൂല നിലപാടെടുത്താൽ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിശ്വാസി സമൂഹത്തിലെ മഹാഭൂരിപക്ഷവും അതിന് തീർത്തും വിരുദ്ധമായ നിലപാടെടുക്കുന്നുള്ള കാര്യം ഏറെ ഉറപ്പാണ്. മുന്നേറ്റം പോലുള്ള സംഘടനകൾ അതിശക്തമായ നിലപാടാണ് ഇതിനെതിരെ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. നന്ദി ശ്രീ ജോർജ് പൊടിപ്പാറ ഈ അവസരത്തിൽ പ്രതികരിച്ചതിന്. ഇടവേളയ്ക്ക് ശേഷം മറ്റു വാർത്തകൾ.
viewers. യൂണിഫോമിൽ ഉള്ളതും അല്ലാതെയുമായുള്ള പോലീസ് ഉദ്യോഗസ്ഥർ അടക്കമാണ് ഈ തേവര ആ ഭാഗത്തു നിന്നും എല്ലാമായിട്ട് ഇവിടേക്ക് ഉള്ളത്. അങ്ങനെ ഈ ഭാഗങ്ങളിലെല്ലാം തന്നെ ഇതിനകം തന്നെ സുരക്ഷാ ഉദ്യോഗസ്ഥരെ പലതവണ പരിശോധനകളെല്ലാം തന്നെ നടത്തി കഴിഞ്ഞിരിക്കുന്നു. അദ്ദേഹം എത്തുന്ന സമയത്ത് അതിനു മുൻപായിട്ട് തന്നെയും ഇവിടെ ഗതാഗതമടക്കം നിരോധിച്ചിട്ടുണ്ട്. പൂർണ്ണമായും അദ്ദേഹം താമസിക്കുന്ന ഐലൻഡ് അതോടൊപ്പം തന്നെ ഈ വഴി കടന്നു പോകുന്ന തേവര ഇവിടങ്ങളിലെല്ലാം തന്നെ കർശനമായ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തുമെന്ന് തന്നെയാണ് അറിയിച്ചിട്ടുള്ളത്. വാഹനങ്ങൾ അതനുസരിച്ച് മറ്റ് റോഡുകൾ വഴി വഴിതിരിഞ്ഞ് പോകണം. കുണ്ടന്നൂർ റോഡ് വഴി വൈറ്റിലേക്ക് എത്തുന്ന രീതിയിലേക്ക് തന്നെ പൂർണ്ണമായും പോകണം. ഈ വഴി ആശ്രയിക്കാൻ കഴിയില്ല എന്ന് തന്നെ വളരെ വ്യക്തമാക്കിയിട്ടുണ്ട്. അങ്ങനെ വലിയ രീതിയിലുള്ളൊരു ഗതാഗത ക്രമീകരണങ്ങളുടെയും സുരക്ഷാ സംവിധാനങ്ങളുടെയും നടുവിൽ തന്നെയായിരിക്കും ഇന്ന് കൊച്ചി നഗരം എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഈ തേവര ഭാഗം എന്ന് പറയുന്നതെല്ലാം തന്നെയും ഉച്ചയോടുകൂടി തന്നെ പൂർണ്ണമായും പോലീസിൻ്റെയും SPGയുടെയും എല്ലാം തന്നെ നിയന്ത്രണത്തിലേക്ക് എത്തുന്നു. അങ്ങനെ ഈ ദിവസം ഇന്നത്തെ ദിവസം ഈ കൊച്ചി നഗരത്തിൽ വലിയ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. നാളെ രാവിലെയാണ് അദ്ദേഹം തിരുവനന്തപുരത്തേക്ക് തിരിക്കുന്നത്. രാജ്യം കാത്തിരിക്കുന്ന 2 പദ്ധതികൾ ഇതിൻ്റെ ഒരു സമർപ്പണം നാളെ തിരുവനന്തപുരത്ത് നടക്കും. അതിൽ കൊച്ചി വാട്ടർ മെട്രോ, കൊച്ചിയുമായി ബന്ധപ്പെട്ടുള്ള വാട്ടർ മെട്രോ സർവീസുകൾ. ഡാനി, പ്രധാനമന്ത്രി 2 ദിവസത്തെ സന്ദർശനത്തിനായി കേരളത്തിലേക്ക് എത്തുകയാണ്. ഇന്ന് 5 മണിക്കാണ് നേവൽ ബേസിൽ അദ്ദേഹം വന്നിറങ്ങുന്നത്. അവിടെ നിന്ന് മെഗാ റോഡ് ഷോയായി തേവര SH കോളേജ് ഗ്രൗണ്ടിലേക്ക് അദ്ദേഹം എത്തുന്നു. അവിടെ യുവം 2023 പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നു. ആ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുന്നു. അങ്ങനെ ഒരുപാട് വിശേഷങ്ങളാണ് ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട കൊച്ചിയിൽ നിന്ന് വരാനുള്ളത്. എങ്ങനെ അവിടുത്തെ സുരക്ഷാ സജ്ജീകരണങ്ങൾ എത്രത്തോളം പൂർണ്ണമായി, അതോടൊപ്പം തന്നെ ഗതാഗത നിയന്ത്രണം അടക്കമുള്ള കാര്യങ്ങൾ അവിടെ ഇന്ന് ഏർപ്പെടുത്തുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങളുടെ വിശദാംശങ്ങൾ കൂടി ഡാനി. സജ്ജത്ത് ആര്യ, വെരി ഗുഡ് മോർണിംഗ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത് 2 ദിവസത്തെ വാർത്ത പൂർണ്ണമായും അല്ലെങ്കിൽ പ്രധാനമായും തന്നെ രാജ്യത്തെ പ്രധാനമന്ത്രിയിലേക്ക് കേന്ദ്രീകരിക്കുന്നു. കൊച്ചിയിലും തിരുവനന്തപുരത്തുമായി കേന്ദ്രീകരിക്കുന്നു എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. നമ്മൾ ഇന്ന് ഇപ്പോൾ കൊച്ചിയിൽ അദ്ദേഹത്തിന് ആദ്യ പരിപാടി യുവം 2023 നടക്കുന്ന തേവര SH കോളേജ് ഗ്രൗണ്ടിലേക്കാണ്. ഈ വഴികൾ ചെന്ന് അവസാനിക്കുന്നത് അല്ലെങ്കിൽ ഈ വഴി ചെല്ലുന്നത് SH കോളേജിലേക്ക് പോകുന്ന വഴികളാണ്. അത് മുഴുവനായിട്ട് തന്നെ BJPയുടെ കൊടിതോരണങ്ങളും പ്രധാനമന്ത്രിയെ സ്വാഗതം ചെയ്തുകൊണ്ടുള്ള ഫ്ലെക്സുകളും മറ്റ് കമാനങ്ങളും എല്ലാമായിട്ട് ചുറ്റുപാടും അത് നിറഞ്ഞിട്ടുണ്ട്. ഈ വഴികൾ സൂചിപ്പിക്കുന്നത് തന്നെയും അവിടേക്കുള്ള ഒരു യാത്ര തന്നെയാണ്. ഇന്ന് 5 മണിക്ക് അവിടെ നേവൽ ബേസിൽ വന്ന് ഇറങ്ങുന്ന പ്രധാനമന്ത്രി പിന്നീട് ഈ വഴികളിലൂടെയാണ് റോഡ് ഷോയായിട്ട് ഇവിടെ തേവര SH കോളേജ് ഗ്രൗണ്ടിലേക്ക് അദ്ദേഹം എത്തിച്ചേരുക. ഏതാണ്ട് നേരത്തെ 1.2 കിലോമീറ്റർ ദൂരമായിരുന്നു. അതായത് ഇവിടുന്ന് വന്ന് ഈ റോഡ് തേവരയിലേക്ക് പോകുന്ന കുറച്ച് ദൂരം മാത്രമായിരുന്നു അത് ഉദ്ദേശിച്ചിരുന്നത്. പക്ഷേ ഇത് പൂർണ്ണമായും തന്നെ നേവൽ ബേസിൽ നിന്നിറങ്ങി ഇവിടേക്ക് വരുന്ന പൂർണ്ണ ദൂരവും റോഡ് ഷോ ആയിട്ട് തന്നെയാണ് അത് നടത്താനായിട്ട് നിശ്ചയിച്ചിരിക്കുന്നത്. അതിൽ ആളുകളുടെ ഒരു പങ്കാളിത്തം അത് കൂടുന്നു. കൂടുതൽ പേര് ഇതിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ദൂരം കൂട്ടുന്നുവെന്നാണ് BJP അവകാശപ്പെടുന്നതും അവർ പറയുന്നതുമെല്ലാം. 6 മണിയോടുകൂടി യുവം വേദിയിലേക്ക് എത്തുന്നു. അവിടെ അദ്ദേഹം യുവാക്കളോട് സംസാരിക്കുന്നു. എന്താണ് രാജ്യത്തിൻ്റെ ഭാവി സംബന്ധിച്ച കാര്യങ്ങൾ, അവരുടെ കാര്യങ്ങൾ എന്താണ്, അവർക്ക് എന്താ അറിയാനുള്ളത്, അത്തരം സംവാദങ്ങളിലേക്കടക്കം നീങ്ങുന്നു. 1 ലക്ഷത്തോളം പേരുടെ പങ്കാളി. AI ക്യാമറ ഉപകരാർ വിവാദം സർക്കാരിനെതിരെ ആയുധമാക്കി പ്രതിപക്ഷം. പദ്ധതിയിൽ അടിമുടി ദുരൂഹതയെന്നും കണ്ണൂർ കേന്ദ്രീകരിച്ചുള്ള കറക്ക് കമ്പനികളാണ് പിന്നിലെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആരോപിച്ചു. എല്ലാ പണവും പോകുന്നത് ഒരേ പെട്ടിയിലേക്കാണെന്നും വിവാദത്തിൽ മുഖ്യമന്ത്രി മറുപടി പറയണമെന്നും സതീശൻ ആവശ്യപ്പെട്ടു. ഇവര് യഥാർത്ഥത്തിൽ പവർ ബ്രോക്കേഴ്സാണ്. ഇതിന്റെ ഇടനിലക്കാരായി വന്നിരിക്കുക. ഇവർ തന്നെയാണ് KFOണിലുള്ളത്. കമ്പനി കരാർ കിട്ടിയതിന് ശേഷം കൺസോർഷ്യം ഉണ്ടാക്കി, എന്നിട്ട് ഉപകരാറുകൾ കൊടുത്തു, സബ് കോൺട്രാക്ട് കൊടുത്തു. ഇത് തന്നെയാണ് KFOണിൽ അവർ ചെയ്തത്. KFOണിന്റെ പിന്നിലും ഇവരാണുള്ളത്. ഇത് AI ക്യാമറയുടെ പുറയിലും ഇവരാണുള്ളത്. ഇവർക്ക് CPMന് ബന്ധമുള്ള ഊരാളുങ്കൽ സൊസൈറ്റിയുമായിട്ട് ബന്ധമുണ്ട്. ഊരാളുങ്കൽ സൊസൈറ്റിയും ഇവരും ചേർന്നിട്ട് വേറൊരു കമ്പനി നേരത്തെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം ഇതെല്ലാം കണ്ണൂര് കേന്ദ്രീകരിച്ച് നടത്തുന്ന കറക്ക് കമ്പനികളാണ്, പവർ ബ്രോക്കേഴ്സാണ്. മനസ്സിലായല്ലോ? ഇതെല്ലാം വന്നു ചേരുന്നത് എല്ലാം ഒറ്റ പെട്ടിയിലേക്കാണ് വന്നു ചേരുന്നത്.
AI ക്യാമറ വഴിയുള്ള കുറ്റകൃത്യങ്ങളുടെ കണക്കെടുപ്പ് ഇന്നു മുതൽ തുടങ്ങും. എന്നാൽ ബോധവൽക്കരണ നോട്ടീസ് അയക്കുന്നതിൽ ആശയക്കുഴപ്പം നിലനിൽക്കുകയാണ്. ബോധവൽക്കരണ നോട്ടീസിന്റെ ചിലവ് ആര് വഹിക്കുമെന്നതിലാണ് തർക്കം. ചിലവ് മോട്ടോർ വാഹന വകുപ്പ് വഹിക്കണമെന്ന നിലപാടിലാണ് കെൽട്രോൺ. തൃശൂർ പൂരത്തിന് കൊടിയേറ്റം. തിരുവമ്പാടിയിലും പാറമേക്കാവിലും കൊടിക്കൂറ ഉയർന്നു. ഘടകക്ഷേത്രങ്ങളിലും കൊടി ഏറുന്നതോടെ തൃശൂരിന് ഇനി പൂരാവേശത്തിന്റെ നാളുകളാണ്. 29-ന് പൂര വിളംബരം നടത്തി നെയ്തിലക്കാവ് അമ്മ വടക്കുംനാഥന്റെ തെക്കേ ഗോപുര നട തുറക്കും. 30-നാണ് തൃശൂർ പൂരം. മഹാരാഷ്ട്രയിലെ മഹാവികാസ് അഘാഡി സഖ്യം തുടരണമോ എന്നതിൽ ഉറപ്പു പറയാതെ NCP അധ്യക്ഷൻ ശരത് പവാർ. ഒന്നിച്ചു നിൽക്കണമെന്നാണ് ആഗ്രഹമെങ്കിലും അത് മാത്രം പോരല്ലോ എന്നായിരുന്നു പവാറിന്റെ പ്രതികരണം. സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഇതുവരെയും നടത്തിയിട്ടില്ല. സഖ്യത്തിന്റെ ഭാവിയെക്കുറിച്ച് ഇപ്പോൾ എങ്ങനെ പറയാനാകുമെന്നും പവാർ ചോദിച്ചു. പവാറിന്റെ സഹോദരനും NCP നേതാവുമായ അജിത് പവാർ BJPയോടൊപ്പം ചേർന്നേക്കുമെന്ന അഭ്യൂഹങ്ങൾക്കിടെയാണ് ശരത് പവാറിന്റെ പ്രതികരണം. आणि बाकी आता आम्ही एकत्र लढणार वगैरे आज आघाडी आहे, एकत्र काम करायची इच्छा आहे, पण इच्छाच नेहमी पुरेशीच असते. जागांचं वाटतं त्याच्यातलं काही इश्यू आहेत का नाही ते अजून केलंच नाही ते कसं सांगता येईल. ഡാറ്റ ഉപയോഗത്തിൽ റെക്കോർഡ് തീർത്ത് ജിയോ ഉപഭോക്താക്കൾ. ഒരു മാസത്തിനുള്ളിൽ 10 എക്സാബൈറ്റ് അഥവാ 10 ബില്യൺ GB ഡാറ്റ ജിയോ ഉപഭോക്താക്കൾ ഉപയോഗിച്ചു. ഒരു ടെലികോം കമ്പനിയുടെ ഉപയോഗം ഒരു മാസത്തിനുള്ളിൽ 10 എക്സാബൈറ്റ് കവിയുന്നത് ഇതാദ്യമായാണ്. 2023 മാർച്ചിൽ അവസാനിച്ച പാദത്തിൽ ഡാറ്റയുടെ ആകെ ഉപയോഗം 30.3 എക്സാബൈറ്റ് ആയിരുന്നു. ഡാറ്റ ഉപഭോഗം വർദ്ധിക്കുന്നതിൽ ജിയോ ട്രൂ 5G നിർണായക പങ്കുവഹിച്ചു. രാജ്യത്തുടനീളമുള്ള 60,000 സൈറ്റുകളിലായി 3,50,000-ത്തിലധികം 5G സെല്ലുകൾ ജിയോ സ്ഥാപിച്ചിട്ടുണ്ട്. ന്യൂസ് റൂം ലൈവ് പൂർണ്ണമാവുന്നു. നമസ്കാരം.